ഇഹത്തിലും പിന്നെ പരത്തിലും നല്ല വിജയങ്ങൾ തേടും സോദരരെ. കനത്ത പ്രതിഫലം നിറച്ച് നേടുവാൻ ഒരൊറ്റ വഴിയത് കേൾവീരേ. സൃഷ്ടാവൊരുവന്റെ നാമങ്ങൾ നന്നായി ചൊല്ലാനൊരുങ്ങുകമാനവരെ. എന്നും അവനെ പുകഴ്ത്തുവിൻ സ്നേഹിതരെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇഹത്തിലും പിന്നെ പരത്തിലും നല്ല വിജയങ്ങൾ തേടും സോദരരെ. കനത്ത പ്രതിഫലം നിറച്ച് നേടുവാൻ ഒരൊറ്റ വഴിയത് കേൾവീരേ. സൃഷ്ടാവൊരുവന്റെ നാമങ്ങൾ നന്നായി ചൊല്ലാനൊരു മുഖമാനവരെ. എന്നും അവനെ പുകഴ്ത്തുവിൻ സ്നേഹിതരെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അനുഗ്രഹീതമായ ഈ വേദിയിൽ പരിശുദ്ധ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കേണ്ട ഇസ്ലാമിക സമൂഹത്തിൽ നാം അറിയാതെ കടന്നു വന്ന ഒരുപാട് സാമൂഹികമായ ആചാരങ്ങളുണ്ട്. ചിലതൊക്കെ ശരിയും കുറെയെല്ലാം അതിൽ തെറ്റുകളുമാണ്. അത് വേർതിരിച്ചറിയേണ്ടത് ഒരു സാമൂഹികമായ ഉത്തരവാദിത്വമായതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഉത്ബോധനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ആരാധനകളുമെല്ലാം നിലകൊള്ളുന്നത് ഇത്തിബാഇലാണ്. ഇത്തിബാഅ് എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പിന്തുടർച്ചയിലാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്പഷ്ടമായ മാതൃകകൾ കൊണ്ട് ഒരു ഇസ്ലാമിക ജീവിതത്തിന്റെ വ്യക്തമായ രൂപരേഖ നമുക്ക് വരച്ചു തന്നിട്ടുണ്ട്. അതനുഷ്ഠിക്കാൻ കടപ്പെട്ട ആളുകൾ പലപ്പോഴും നാട്ടാചാരങ്ങളുടെ പുറകിൽ പോകുന്നതാണ് വേദനാജനകമായ നമ്മുടെ അനുഭവങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളാണ് ഓരോ പ്രദേശത്ത് സാന്ദർഭികമായി പൊട്ടിമുളക്കുന്ന ആചാരങ്ങളാണ് അവരുടെ മതപരമായ ചടങ്ങുകൾക്ക് നിറം പകരുന്നത്. അതിൽ നിന്ന് മാറാൻ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ എന്താണ് എന്നും റസൂലുള്ളാഹിന്റെ തിരുചര്യ എന്താണ് എന്നും സലഫു സാലിഹുകളായ മഹാത്മാക്കളുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു എന്നും നാം ഈ സമൂഹത്തിന്റെ വ്യക്തമായ നിർദ്ദേശങ്ങളും സതുപദേശങ്ങളും നൽകേണ്ടതുണ്ട്. സാധാരണ ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. കാരണം അവർ അറിവ് കുറഞ്ഞവരാണ്. അവർ ഇസ്ലാമിനെ കണ്ടെത്തുന്നത് അനുകരണങ്ങളിൽ നിന്നാണ്. അവർ വളർന്നു വന്ന സാഹചര്യങ്ങളിലും അവരുടെ ചുറ്റുപാടുകളിലും അവരുടെ സമൂഹത്തിലും എന്തൊക്കെ ഉണ്ടാകുന്നോ അതൊക്കെ അവർ മതത്തിന്റെ ആചാരങ്ങളായി തെറ്റിദ്ധരിച്ചു പോകും. ആ തെറ്റിദ്ധാരണകളാണ് ഇസ്ലാമിൽ എണ്ണമറ്റ മാമൂലുകൾ കടന്നു വരാൻ കാരണമായത്. അതായത് ഇടക്കാലത്ത് എപ്പോഴെങ്കിലും ഉദയം ചെയ്യും, പിന്നെ അത് ജനങ്ങളുടെ നടപടിക്രമമായി മാറും. അതിനാണ് മാമൂല് എന്ന് പറയും. മാമൂല് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബിസ്ക്കറ്റ് ഇല്ലേ, മഅ്മൂല് എന്നാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളതല്ലേ. യഥാർത്ഥത്തിൽ മാമൂല് എന്ന് പറഞ്ഞാൽ അറബി തന്നെയാണ്. നമ്മൾ മലയാളത്തിൽ മാമൂല് എന്ന് പറയുമ്പോൾ എന്താന്ന് വിചാരിക്കും. മാമൂല് എന്ന് പറഞ്ഞാൽ മഅ്മൂല് എന്നാണ്. മഅ്മൂല് പറഞ്ഞാൽ പ്രവർത്തിച്ചു വരുന്നത് അല്ല, അമൽ എന്നുള്ളതിന്റെ മജ്ഹൂലല്ല, മഅ്മൂൽ പ്രവർത്തിക്കപ്പെട്ടു വരുന്ന സംഗതിയുണ്ട്. അപ്പൊ ആളുകൾ ചെയ്തു വരുന്ന കാര്യങ്ങൾക്കാണ് മഅ്മൂല് എന്ന് അറബിയിലും നമ്മളത് കുറച്ച് കേടുവരുത്തിയിട്ട് മാമൂല് എന്ന് മലയാളത്തിലും പറയുന്നത്. ആളുകൾ ചെയ്തു വരുന്നു എന്നതിൽ കവിഞ്ഞാൽ അതിന് മതപരമായ അടിസ്ഥാനങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇനി അടിസ്ഥാനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമല്ല, അത് പലപ്പോഴും കുറ്റകരമായി മാറുകയും ചെയ്യാറുണ്ട്. അത് രണ്ട് ദോഷങ്ങളുണ്ട്. ഒന്ന്, ചെയ്യുന്നത് തിന്മയാവും, അള്ളാഹിന്റെ അടുത്ത് കുറ്റം. ചിലത് ചെയ്യുന്നത് സാമൂഹികമായ വലിയ ദുരന്തമായിട്ട് മാറും. ആളുകൾക്ക് വലിയ ബാധ്യതകൾ ഉണ്ടാക്കുക, സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അഥവാ അതില്ലാതിരുന്നാൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, കുടുംബബന്ധം വിച്ഛേദിക്കുക, ഇതിനൊക്കെ കാരണമായി തീരാറുണ്ട്. ചില മാമൂലുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവും നാട്ടിൽ. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ഒരു സ്വഭാവമുണ്ട്. ഒരു കല്യാണത്തിന് നിങ്ങൾ 10,000 ആളെ ക്ഷണിച്ചാലും ശരി, അവർക്കൊക്കെ ബിരിയാണി വെച്ചാലും ശരി, ചെമ്പിന്റെ മൂടി തുറക്കണമെങ്കിൽ അളിയാൻ വരണം. അങ്ങനെ പരിപാടി കാരണവല്ലെന്നാണ് ഈ അളിയാന് പറയുന്നത്.
അതായത് ഈ പുതിയാപ്പളിന്റെ പെങ്ങളെ കെട്ടിയ ഭർത്താവ്. ആ ചങ്ങാതിയെങ്ങാനും വരാതിരുന്നിട്ടെങ്കിൽ അന്ന് ഈ 10,000 ആൾക്ക് ചോറിട്ടുണ്ടാവില്ല. അഥവാ അയാൾ വരാതെങ്ങാനും ഈ ചെമ്പ് തുറന്നാലോ, ചോറിന്റെ ചെമ്പ് തുറന്നാല് അത് മതിയാവും. പിന്നെ ആ പെണ്ണിനെ തലാക്കല്ല. ആ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ പിന്നെ അവൻ വീട്ടിൽ കയറൂല, വലിയ പ്രശ്നങ്ങളായി, പിന്നെ അത് വലിയൊരു ദുരഭിമാനമായി. അങ്ങനെയുള്ള ഈ മാമൂൽ പ്രിയന്മാർക്ക് ദുരഭിമാനങ്ങളുണ്ടാവും. തറവാടിത്വം അല്ലെങ്കിൽ കുടുംബപരമായ മഹിമ ഇതൊക്കെയാണ്. ഇസ്ലാമില് യഥാർത്ഥത്തിൽ അതിനൊന്നും ഒരു കാര്യമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കുടുംബ മഹിമ എന്ന് പറയുന്നത്, കുടുംബത്തിന്റെ മഹിമ ഇസ്ലാമിലുള്ളത് സ്വാലിഹീങ്ങളുടെ കുടുംബമാണ്. അത് വേറെ. ഖുറൈശികളോ അല്ലെങ്കിൽ ഹാഷിമികളോ റസൂലുള്ളാഹിന്റെ കുടുംബോ അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കുടുംബോ അങ്ങനെയൊക്കെ സ്വാലിഹീങ്ങളുടെ കുടുംബമാണെങ്കിൽ അതൊരു പ്രൗഢിയായിട്ട് പറയാനുണ്ട്. അല്ലാതെ പത്തായ പരക്കൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഇസ്ലാമിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ, വേറെ പത്തായ ഉണ്ടാവില്ലെങ്കിലും. അങ്ങനെയാണ് നാട്ടിലുള്ള ഈ തറവാടിത്വം. അത് ആ തറവാട്ടുകാരനാണ്, ഈ തറവാട്ടുകാരനാണ്, ഏതോ ഒരു പറമ്പിന്റെ പേര്, പിന്നെ അവിടെ ഉണ്ടായ ഒരു അമ്പലത്തിന്റെ പേര്, ഒരു കാവിന്റെ പേരൊക്കെ ഈ തറവാടുണ്ടാക്കുന്ന സംഘം. എന്നിട്ട് അതൊരു വലിയ ഗൗരവമായിട്ട് എടുത്ത് ആ തറവാട്ടുകാരനാണ്, ഈ തറവാട്ടുകാരനാണെന്നൊക്കെ വിചാരിച്ചിട്ട് അഹങ്കരിക്കുന്ന സമ്പ്രദായം ഇസ്ലാമികമല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനും പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ജനങ്ങളെ, മനുഷ്യരെ, അയ്യുഹന്നാസ്, മനുഷ്യരെ, നിങ്ങൾ ഏത് മതക്കാരനായാലും ശരി, മനുഷ്യരൊക്കെ ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നാം സൃഷ്ടിച്ചവരാണ്. അതായത് സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ ഇറക്കിയിട്ട് ഇന്ത്യയിലാണ് വന്ന് ഇറങ്ങിയത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ സിലോൺ, പഴയ ഇന്ത്യയാണ്. ഹവ്വാ ബീവി റളിയല്ലാഹു തആല ഇറങ്ങിയത് ഇവിടെ തന്നെയുള്ള ജിദ്ദയിൽ. നിങ്ങൾക്കറിയാം, മക്ബറ ഇവിടെ തന്നെയാണ്. അവിടെ കാണും വലിയ ബോർഡ് കണ്ടില്ല, മക്ബറത്തു ഉമ്മിന ഹവ്വാ, നമ്മുടെ ഉമ്മയാണ്. ഇവരിൽ നിന്നാണ്, ഈ വാപ്പയിൽ നിന്നും, ഇന്ത്യക്കാരനായ ആദം നബിയിൽ നിന്നും പിന്നെ ഈ അറബ് നാട്ടിൽ ഇറങ്ങിയ ഹവ്വാ ബീവിയിൽ നിന്നുമാണ് ഈ മനുഷ്യന്മാർ മുഴുവൻ ഉണ്ടായത്. അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഇനിയിപ്പോ തറവാട് പറയാനില്ല. എന്ത് തറവാടാ പറയാൻ? ഇവർക്ക് രണ്ടാൾക്കും അങ്ങനെ തറവാടുകളൊന്നുമില്ല. അപ്പൊ അതിലൊന്നും കാര്യമില്ല. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, വജഅൽനാകും ശുഊബൻ, നിങ്ങളെ വിവിധ ഗോത്രവർഗങ്ങൾ ഷുഊബുകളാക്കിയത്, ഖബായിൽ, നിങ്ങളെ കബീലകളാക്കിയത്, പല തറവാട്ടുകാരാണോ. ഇതൊക്കെ അല്ലാഹു തആല ആക്കിയത് ലിതആറഫു, നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാകുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഏത് മുഹമ്മദാന്ന് ചോദിക്കുമ്പോ നമ്മൾ പറയും അതിനെ സ്രാമ്പിക്കലാണ്, അല്ലെങ്കിൽ പള്ളിക്കലാണ്, അല്ലെങ്കിൽ അമ്പലത്തിങ്കലാണെന്ന് പറയുമ്പോൾ നമുക്ക് ആളെ മനസ്സിലായി. ഇത്ര ഇതുകൊണ്ട് ആവശ്യമുള്ളൂ. അതായത് ഒരു അഡ്രസ്, ഒരു കത്തയച്ചാൽ നിങ്ങൾക്ക് കിട്ടണം എന്നതിന്റെ അപ്പുറം നിങ്ങളുടെ തറവാടുകൾക്ക് ഒരു മഹിമയും ഇസ്ലാമിലില്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ചിലപ്പോൾ തറവാട് അന്വേഷിക്കില്ല, ഏത് തറവാട്ടാണ്. തറവാടിന് പിന്നെ വില ഉണ്ടാകൽ എപ്പോഴാ അറിയോ? സ്വാലിഹീങ്ങളുടെ പരമ്പരയാവുമ്പോൾ, അത് ഹസബ് എന്ന് പറയും. സ്വാലിഹീങ്ങളുടെ പരമ്പരയിൽ ജനിച്ച ആളുകളാവുമ്പോൾ അതിനൊരു, ആ നെസിലിന്, ആ പരമ്പരയ്ക്ക് ഒരു മഹത്വം ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സന്തതി പരമ്പരകളിൽ ജനിച്ച ആളാണെന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആ പരമ്പരയ്ക്ക് അതിൻ്റെതായ ഒരു ഗുണം ഉണ്ടാവും, വിത്തുഗുണം എന്നൊക്കെ നമ്മൾ പറയും. അല്ലാതെ നിങ്ങൾ ഈ നാട്ടിൽ പറയുന്ന തറവാടിത്വത്തിന് അർത്ഥമല്ല. അതുകൊണ്ടാണ് പണ്ട് ഉമർ ഖാദി, ആ കാലഘട്ടത്തിൽ പൊന്നാനിയിലും വെളിയങ്കോട്ടൊക്കെ വലിയ തറവാട്ടുകാരുണ്ടായിരുന്നു. അവരാ തറവാടിന്റെ മഹിമയും പറഞ്ഞത്. അതുകൊണ്ട് ഉമർ ഖാദി അവരോട് പറഞ്ഞത്, അയാ ഫാഖിറൻ ബിന്നസബി കൈഫ തഫാഖുറു വഅസ്ലുകുമു മിൻ ഖബ്ലു തിയ്യം വനായരു വആശാരി മുശാരി വകരുവാന പുലയരു വവണ്ണാൻ വചറമൻ സുമ്മ നായാടി പറയരു എന്ന് പറഞ്ഞു ഉമർ ഖാദി. വലിയ തറവാടിത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് മഹാനായ ഉമർ ഖാദി അവരോട് പറഞ്ഞു, അയാ ഫാഖിറൻ ബിന്നസബ്, ഗോത്ര മഹിമ കൊണ്ട്, തറവാടിത്വം കൊണ്ട് അന്തസ് നടിക്കുന്ന മനുഷ്യരെ, കൈഫ തഫാഖുറു, നിങ്ങൾക്ക് എന്ത് മഹിമയാണ് പറയാനുള്ളത്? നിങ്ങളുടെ അസ്ൽ വസ്ലൂകുമു മിൻ ഖബ്ലു തിയ്യം വനായി,
നിങ്ങളുടെ അസല്, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പണ്ട് തീയന്മാരോ നായന്മാരോ നായാടി ഫലേനോ ആരെങ്കിലും ദീന് കൂടിയതല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് മഹിമയാണ് ഈ പറഞ്ഞുകൊണ്ട് പള്ളിയിൽ വന്നിട്ട് ഞാൻ ആ തറവാട്ടുകാരനാണ് ഈ തറവാട്ടുകാരനാണെന്ന് പറയാൻ നിങ്ങൾക്കുള്ളത്? അപ്പൊ അതിലൊന്നും കാര്യങ്ങളില്ല. നമ്മൾ ഈ ദുരഭിമാനങ്ങൾ, അതാണ് പലപ്പോഴും ഈ കല്യാണങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കാരണത്താനങ്ങളുടെ ഒക്കെ പ്രശ്നം വരാറുണ്ടല്ലോ. ആ കാരണോല് വന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല, ഈ കാരണോല് വന്നിട്ടില്ലെങ്കിൽ ചെമ്പ് പൊട്ടിക്കാൻ പറ്റില്ല. ചില സ്ഥലത്ത് വടക്ക് ഭാഗത്തുണ്ട് പുതിയാപ്പള കല്യാണത്തിന് പുതിയാപ്പള തുണിക്കുപ്പായം മാറ്റണമെങ്കിൽ അളിയൻ വരണം, ഇല്ലെങ്കിൽ അളിയന്റെ പ്രതിനിധി വരണം. അതുവരെ ഇയാൾ കള്ളിത്തുണി കൊടുത്ത് ബനിയോട്ട് കാണും മനുഷ്യന്മാരുടെ ഇടയിൽ കൂടി നടക്കും. അഥവാ അയാൾ നല്ല തുണിയെങ്ങാനും കല്യാണത്തിനൊന്നും കൊടുത്തുപോയ പിന്നെ അളിയൻ തെറ്റിപ്പോകും. മാമൂലുകളാണ്. അയാൾക്ക് എന്ത് ഒരു പദവിയും അർഹതയും യോഗ്യതയാണ് യഥാർത്ഥത്തിലുള്ളത്? അയാൾ വന്നില്ലെങ്കിൽ ഈ കല്യാണം നടക്കൂല, അയാൾ വന്നില്ലെങ്കിൽ നടക്കണ്ടേ? അപ്പൊ അനാവശ്യമായ പദവികൾ സ്ഥാനമാനങ്ങൾ നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കല്യാണമൊക്കെ നടക്കുന്നത് വളരെ ലളിതാണല്ലോ. അതിലൊരു പെണ്ണിന്റെ വലിയ കല്യാണം കഴിക്കാൻ തയ്യാറുള്ള ഒരു ചെറുപ്പക്കാരൻ, 2 സാക്ഷികൾ ഉണ്ടായാൽ കല്യാണം നടക്കുന്നു. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ എത്ര നിക്കാഹുകളാണ് നടന്നത്? എത്ര ലളിതമായിട്ടാണ് ആ നിക്കാഹുകൾ നടന്നത്? നിങ്ങൾ ഓർക്കണം. ഞാനൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അബൂവദാഇയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അബൂവദാഇയുടെ കഥ മഹാനായ അബ്ദുൽ മലിക് ബിൻ മർവാൻ ഭരണാധികാരിയായിരിക്കുന്ന കാലം. അബ്ദുൽ മലിക് അന്ന് തലസ്ഥാനം ഡമസ്കസ് ആണ്. ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം സിറിയയുടെ ഇന്നത്തെ തലസ്ഥാനമായ ഡമസ്കസ് ആണ്. അവിടെയാണ് ഈ ഉമവി ഖിലാഫത്തിന്റെ ആസ്ഥാനം. അപ്പൊ അബ്ദുൽ മലിക് ബിൻ മർവാൻ ഒരിക്കൽ ഉംറയ്ക്ക് വരികയാണ്. വരുന്ന വഴിയിൽ മദീനയിൽ എത്തിസിയാർത്തിന് അവിടെ വന്ന് അവിടെ ക്യാമ്പ് ചെയ്യും. ഡമസ്കസിൽ നിന്ന് മദീന വഴിയാണല്ലോ മക്കയിലേക്ക് വരിക. അപ്പൊ രാജാവാണ് അബ്ദുൽ മലിക് എന്ന്. രാജാവും പരിവാരങ്ങളും എല്ലാവരും കൂടി മദീന പള്ളിയുടെ അരികിൽ തമ്പടിച്ചു. അന്ന് മദീന പള്ളിയിൽ മഹാനായ പണ്ഡിതൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല തങ്ങളാണ് ഇസ്ലാമിക വിജ്ഞാന സദസ്സുകളുടെ നായകത്വം വഹിച്ച് മദീന പള്ളിയിലുള്ള പണ്ഡിതൻ. രാവിലെ നാസ്തക കഴിച്ചതിന് ശേഷം അബ്ദുൽ മലിക് ബിൻ മർവാൻ വേലക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പള്ളി പോയി നോക്ക്, നമ്മളെ ആലിമീങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്തിന്? എന്തെങ്കിലുമൊക്കെ ഇൽമു പഠിക്കാൻ വേണ്ടി. അങ്ങനെ ഒരാൾ പോയി. പള്ളിയിൽ ചെന്നപ്പോ അവിടെ നിർഭിടമായ സദസ്സിന്റെ മുന്നിൽ ഇരിക്കുന്നത് ഒരു വയോവൃദ്ധനായ പണ്ഡിതൻ. നല്ല മനോഹരമായ തലപ്പാവും നീണ്ട വെളുത്ത സുന്ദരമായ താടിയും കുഴിഞ്ഞ കണ്ണുകളും വിശാലമായ നെറ്റിത്തടവും പ്രസന്നമായ മുഖവുമുള്ള ഒരു പണ്ഡിതൻ. വേലക്കാരൻ ഡമസ്കസ് എന്ന് വന്നല്ല, അയാൾക്ക് അറിയില്ലല്ലോ. ഇയാൾ നേരെ ചെന്നിട്ട് അസ്സലാമു അലൈക്കും, നിങ്ങളെ രാജാവ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. മൂപ്പരങ്ങനെ നോക്കിയിട്ട് എന്നെ രാജാവ് അങ്ങനെ വിളിക്കില്ലല്ലോ. അല്ല, അമീർ എന്നെ പറഞ്ഞയച്ചതാണ്, പള്ളിയിൽ നമ്മുടെ പണ്ഡിതന്മാരാരെങ്കിലും ഉണ്ടാകും എങ്കിൽ കൂട്ടിക്കൊണ്ടുവരണം. രാജാവ് നല്ല ഉദ്ദേശത്തിലാണ് പറഞ്ഞത്, എന്തെങ്കിലും ഹദീസോ ഖുർആനൊക്കെ കേൾക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിനുവേണ്ടി കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതാണെന്ന്. മൂപ്പര് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ അയാളെ പണ്ഡിതനല്ലല്ലോ. എന്റെ പണ്ഡിതൻ എന്നാണല്ലോ പറഞ്ഞത്. ഒരു ഭരണാധികാരിയാവുമ്പോ ആ നാട്ടിലുള്ള പിന്നെ എല്ലാ സ്ഥാപനങ്ങളും പ്രജകളും പണ്ഡിതന്മാരൊക്കെ അയാളുടെ എന്നുള്ള അർത്ഥത്തിലാണ് അയാൾ പറഞ്ഞത്. നമ്മൾ സാധാരണ കാരണന്മാരൊക്കെ പറയില്ല, നമ്മളെ മൂല്യരെ വന്നേക്കണം പോയി ഒക്കെ. അയാളെ മൂല്യരൊന്നല്ല, ഇയാൾ പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റാന്നേ ഉള്ളൂ. എന്നാലും മൂപ്പര് പറയും നമ്മളെ മൂല്യരെ വന്നേക്കണം എന്നതുപോലെ നമ്മുടെ പണ്ഡിതനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചാണ് രാജാവ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് പറഞ്ഞു, ഞാൻ അയാളെ പണ്ഡിതനല്ല. മൂപ്പർക്ക് എന്ത് രാജാവ്? ആരാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ്? വിജ്ഞാന ലോകത്തിന്റെ ചക്രവർത്തിയാണ്. പട്ടാളക്കാരുള്ള രാജാവല്ലാതെ, അല്ലെങ്കിൽ നികുതി പിരിക്കുന്ന രാജാവല്ലാതെ. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി ഇതൊരു സാധാരണക്കാരനാവില്ല. അപ്പൊ അയാൾ കുറച്ച് വിനീതനായിട്ട് പറഞ്ഞു, അല്ല, രാജാവ് ഉദ്ദേശിച്ചത് ഇൽമു പഠിക്കാൻ വേണ്ടിയാണ്, ഹദീസ് കേൾക്കാനാണ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് പറഞ്ഞു, ഹദീസ് അങ്ങോട്ട് പോകില്ല, ഹദീസുള്ള അടുത്തേക്ക് ആളുകൾ ഇങ്ങോട്ട് വരാറാണ് പതിവ്. ഇയാൾ തിരിച്ചുപോയി. രാജാവിനോട് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ആ പള്ളിയിൽ ചെന്നപ്പോ അവിടെ ആകപ്പാട് ഒരു പണ്ഡിതനെ കണ്ടത്. അയാളോട് ഞാൻ ക്ഷണിച്ചപ്പോൾ അയാളുടെ പ്രതികരണം ഇങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. മഹാനായ അബ്ദുൽ മലിക് ബിൻ മർവാൻ, അയാൾ ബുദ്ധിമാനാണ്, വലിയ മഹാനാണ്. അബ്ദുൽ മലിക് ബിൻ മർവാൻ തലയിൽ കഴിച്ചിട്ട് പറഞ്ഞു പോയി, പടച്ചോനെ, സഈദ് ഇബ്നുൽ മുസയ്യിബ് ആയിരിക്കും അത്. കാരണം മറ്റാർക്കും അങ്ങനെ പറയാൻ ധൈര്യം വരില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് കുപ്പായ എടുത്തിട്ട് രാജാവ്
പള്ളിയിലേക്ക് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല തങ്ങളുടെ പള്ളിയിലേക്ക് വന്നു. ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കെ രാജാവിന്റെ 2 കുട്ടികളുണ്ടായിരുന്നു അവിടെ. ചെറിയ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ഇപ്പൊ ഈ ഗൗരവം മനസ്സിലാവില്ലല്ലോ. ഒരു കുട്ടി മറ്റവനോട് ചോദിക്കുന്നുണ്ട്, അല്ല, ഖലീഫ വിളിക്കാൻ പറഞ്ഞയച്ചിട്ട് വരാത്തത്ര വല്ലാത്തൊരു പണ്ഡിതൻ ഇപ്പൊ ആരാണ് മദീനയിലുള്ളത്? അപ്പോൾ അവരുടെ വേലക്കാരനായിരുന്ന മദീനക്കാരനായ ഒരു പരിചാരകൻ ആ കുട്ടികളോട് പറഞ്ഞു, മക്കളെ, ആ ആളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനായ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിനെ കൊണ്ട് മകളെ കല്യാണം കഴിപ്പിക്കണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടിട്ട് എന്റെ മകളെ രാജകൊട്ടാരത്തിന്റെ കാമ്പൗണ്ടിനകത്ത് കാലുകുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ വിവാഹബന്ധം നിരസിച്ച പണ്ഡിതനാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു. ആരാണത് കൊതിക്കാതിരിക്കുക? രാജാവ് രാജകുമാരന് വേണ്ടി ഇങ്ങോട്ട് അന്വേഷിക്കുകയാണ് കല്യാണം. സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ മകളെ അബ്ദുൽ മലിക് തെരഞ്ഞെടുക്കാൻ കാരണം മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണാണ്, തന്റേടിയാണ്, ബുദ്ധിമതിയാണ്, പണ്ഡിതയാണ്. അതായത് ഇസ്ലാം എന്ത് ആഗ്രഹിക്കുന്നുവോ ആ സർവ്വ സൽഗുണങ്ങളും ഒത്തുചേർന്ന പെണ്ണാണ്. അതുകൊണ്ട് അബ്ദുൽ മലിക് ആഗ്രഹിച്ചു എന്റെ മകന്റെ ഭാര്യ സഈദ് ഇബ്നുൽ മുസയ്യിബ് എന്ന പണ്ഡിതന്റെ പുത്രിയാകണമെന്ന്. കല്യാണാലോചനയുമായിട്ട് രാജാവിന്റെ പ്രതിനിധികൾ ഡമസ്കസിൽ നിന്ന് മദീനയിൽ വന്നു. സഈദ് ഇബ്നുൽ മുസയ്യിബ് ആദ്യത്തെ അന്വേഷണത്തിൽ തന്നെ വേണ്ടെന്ന് പറഞ്ഞു. അവർ നിരാശരായി തിരിച്ചുപോയി. ശിഷ്യന്മാർ ചോദിച്ചു, സഈദ് ഇബ്നുൽ മുസയ്യിബിനോട് എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? മഹാനവറുകൾ പറഞ്ഞു, എന്റെ മകളുടെ പാദങ്ങൾ രാജകൊട്ടാരത്തിന്റെ കാമ്പൗണ്ടിനകത്ത് കുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവിടെ സമ്പൽ സമൃദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല, അധികാരങ്ങളില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അത് രാജകുടുംബമാണ്, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അങ്ങനെ നിരസിച്ചു ആ കല്യാണം. ആ ആളാണ് ഈ സഈദ് ഇബ്നുൽ മുസയ്യിബ്. നിങ്ങൾക്ക് കേൾക്കണോ ആ മകളെ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് ആർക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത് എന്ന്? അദ്ദേഹത്തിന്റെ സ്വന്തം ശിഷ്യനായ അബൂവദാഅയുണ്ട്. ആ അബൂവദാഅ തന്നെ ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. അബൂവദാഅ മദീന പള്ളിയിൽ ഇൽമു പഠിക്കാൻ വരും. 3-4 ദിവസം ക്ലാസ്സിന് വന്നില്ല. അപ്പോ സഈദ് ഇബ്നുൽ മുസയ്യിബ് ചോദിച്ചു, അബൂവദാഅ 3-4 ദിവസമായിട്ട് നിന്നെ കണ്ടില്ലല്ലോ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയതിന്റെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ അബൂവദാഅ പറഞ്ഞു, ഉസ്താദെ, എന്റെ ഭാര്യ മരിച്ചുപോയി. അപ്പൊ ഞാൻ 2-3 ദിവസം ആ ഒരു ഷുഗലില് പിന്നെ എനിക്ക് ക്ലാസ്സിനൊന്നും വരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഓ, അതാണോ കാര്യം? എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നെന്ന്? ഭാര്യ മരിച്ചിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നെന്ന്? മദീനയിൽ ഉസ്താദിനോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ അബൂവദാഅ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോ സഈദ് ഇബ്നുൽ മുസയ്യിബ് വിളിച്ചിട്ട് പറഞ്ഞ്, അബൂവദാഅ, എനിക്കൊരു കല്യാണം കഴിക്കണ്ടേ? ആ ചോദ്യത്തിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. ഭാര്യ മരിച്ചിട്ട് 3 ദിവസമായിട്ട് ഒരു ചെറുപ്പക്കാരനോട് നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും ജനങ്ങളുടെ പ്രതികരണം? ഒരാളുടെ ഭാര്യ മരിച്ചിട്ട് 3 ദിവസമല്ല, 1 മാസം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കണ്ടേ എന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ പ്രതികരണം എന്താണ്? അല്ലെങ്കിൽ അയാൾ കല്യാണം കഴിച്ചാൽ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? പക്ഷെ അവരുടെ മുന്നിൽ അതൊന്നും പ്രശ്നമല്ല. കാരണം ദീനിൽ ഒരു പുരുഷനെ അയാളുടെ ഭാര്യ മരിച്ചാൽ കല്യാണം കഴിക്കുന്നതിന് ഒരു തടസ്സമില്ല. അതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ആണുങ്ങൾക്ക് യുദ്ധമല്ലല്ലോ, പെണ്ണുങ്ങൾക്കല്ലേ യുദ്ധമുള്ളത്, ആണുങ്ങൾക്ക് യുദ്ധമില്ല. അതുകൊണ്ട് മഹാനായ അബൂവദാഅയോട് സഈദ് ഇബ്നുൽ മുസയ്യിബ്, മോനെ, നിനക്ക് കല്യാണം കഴിക്കണ്ടേ എന്ന് ചോദിച്ചു. അബൂവദാഅ തിരിച്ചിട്ട് ചോദിച്ചു, ഗുരുവര്യരേ, ആരാണ് ഈ മദീനയിൽ എനിക്കൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു തരിക? ഞാൻ ഈ മദീനയിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യനായിരിക്കേ. അബൂവദാഅനോട് സഈദ് ഇബ്നുൽ മുസയ്യിബ് ചോദിച്ചു, നിന്റെ കയ്യിൽ മഹ്ർ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? മൂപ്പര് പറഞ്ഞു, നിന്റെ അടുത്ത് 3 വെള്ളിയുണ്ട്. 3 ദിർഹം ആകപ്പാടെ മൂപ്പരുടെ സമ്പാദ്യമാണ്. എന്ന് വെച്ചാൽ അബൂവദാഅയുടെ സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എങ്കിൽ അതിൽ നിന്ന് 2 ദിർഹം മഹറായിട്ട് ഞാൻ നിശ്ചയിക്കുന്നു. എന്റെ മകളെ ഞാൻ എനിക്ക് നിക്കാഹ് ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ പുത്രനെ കൊണ്ട്, രാജകുമാരനെ കൊണ്ട് കല്യാണം ആലോചിച്ചിട്ട് നിരസിക്കപ്പെട്ട ആ പെൺകുട്ടിയെ
മദീനയിലെ ഏറ്റവും ദരിദ്രനായ അബൂവദായെ കൊണ്ട് സഈദ് ഇബ്നുൽ മുസയ്യബ് എന്ന മഹാപണ്ഡിതൻ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. നിശ്ചയിക്കുക മാത്രമല്ല, അത് നിശ്ചയിച്ചു മൂപ്പര്. കല്യാണം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിക്ക മൂപ്പര് തന്നെ. അതിന് വേറെ കാരണന്മാരും പൊറാട്ടും കോഴിയൊന്നുമില്ല. നിശ്ചയമൊക്കെ തീർന്നു. അതെന്നെ നിശ്ചയം എന്ന് പറഞ്ഞത്. ഞാൻ കല്യാണം കഴിച്ചാലും തീരുമാനിച്ചിരിക്കുന്നു. നിശ്ചയം കഴിഞ്ഞ് അബൂവദ എഴുന്നേറ്റ് പോകുമ്പോ സഈദ് ഇബ്നുൽ മുസയ്യിബ് വിളിച്ചിട്ട് പറഞ്ഞ്, ഇനിയിപ്പോ സമയം കാത്തു വെക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് നിക്കാഹ് ഇപ്പൊ തന്നെ ചെയ്യാന്ന് പറഞ്ഞ് പള്ളിയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ വിളിച്ചു കൂട്ടി. മദീന പള്ളിയിൽ ഉണ്ടായിരുന്ന ആളുകൾ, നിസ്കരിക്കാൻ വന്നവര്, ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്നവര്, ഇത്തികാഫിരിക്കാൻ വന്നവര്, റൗള ഇരിക്കാൻ വന്നവര് എല്ലാവരും ഉണ്ട്. എല്ലാവരും വിളിച്ചു കൂട്ടി. ആ സദസ്സിൽ വെച്ച് മസ്ജിദുൻ നബവിയിൽ വെച്ച് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് അബൂവദാക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തു. അബൂവദ പറയുകയാണ്, നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാനിങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ടാണ് നടക്കുന്നത്. കാരണം എന്റെ ചിന്ത ഏതോ ലോകത്തായിരുന്നു. ഞാൻ ആലോചിച്ചു, ഞാൻ എന്താ ചെയ്തത്? സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ മകളെ കല്യാണം കഴിച്ചാണ് ഈ പോകുന്നത്. നിക്കാഹ് ചെയ്ത് പള്ളിയിൽ നിന്ന് പുതിയാപ്പള ഇങ്ങനെ പോകാണ് ഒറ്റക്ക് വീട്ടിലെത്തിയത് അറിഞ്ഞില്ല. ഏതായാലും വീട്ടിൽ ചെന്നു. അങ്ങനെ ആലോചിച്ചിരുന്നു മൂപ്പര് ഏതോ ലോകത്ത്. അബൂവദ പറയുകയാണ്, വലിയൊരു സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നേരാണ്ട് വൈകുന്നേരമായി. അറിയാതെ സമയം വൈകി മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചപ്പോഴാണ് മൂപ്പർക്ക് ഓർമ്മ വന്നത്, പടച്ചോനെ നോമ്പുണ്ടല്ലോ. നോമ്പുകാരനായ അവസ്ഥയിലാണ് നിക്കാഹ്. അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി വീട്ടിലുണ്ടായിരുന്ന ഒരു ഉണങ്ങിയ റൊട്ടിയുണ്ട്, തലേന്ന് ഉണ്ടാക്കി വെച്ചത്. ഭാര്യ മരിച്ചതല്ല, ഒന്നും പരിയിലൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല, എന്നോ ഉണ്ടാക്കി വെച്ച റൊട്ടിന്റെ കഷ്ണ. അതെടുത്ത് നോമ്പ് തുറക്കാൻ വേണ്ടി കുറച്ച് പച്ചവെള്ളവും കൂട്ടിയിട്ട് അത് തിന്നാൻ വേണ്ടി ഒരു എണ്ണവിളക്കോടെ കത്തിച്ചു വെച്ച് ഒരുങ്ങാണ്. ആ സമയത്തിന്റെ ആരോ വാതിലിൽ മുട്ടുന്നു. ആരാണെന്ന് ചോദിച്ചു. ഇത് സഈദാണെന്ന് പറഞ്ഞു പുറത്തുനിന്ന്. സഈദോ? ഏത് സഈദ്? അബൂവദ പറയുകയാണ്, മദീനയിൽ സഈദ് എന്ന് പേരുള്ള ഒരുപാട് ആളുകളുണ്ട്, എന്റെ ചങ്ങാതിമാർ. അവരൊക്കെ എന്റെ തലയിലൂടെ ഇങ്ങനെ കടന്നുപോയി. ഏത് സഈദാണ് ഇപ്പൊ ഈ വന്നത്? ഒരുപാട് കൂട്ടുകാരുള്ളതല്ലേ, ആരെങ്കിലും ആയിരിക്കും. പക്ഷെ സഈദ് ഇബ്നുൽ മുസയ്യിബ് ആയിരിക്കും എന്ന് ചിന്തിക്കാൻ ചാൻസ് ഇല്ല. അങ്ങനെ ചിന്ത ഒരിക്കലും എനിക്ക് വന്നിട്ടില്ല. കാരണം 40 കൊല്ലമായി സ്വന്തം വീടിന്റെയും മദീന പള്ളിയുടെയും ഇടയിലുള്ള വഴിയിലല്ലാതെ സഈദ് ഇബ്നുൽ മുസയ്യിബിനെ വേറെ എവിടെയും ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന്. ഏതായിരുന്നാലും ഞാൻ ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ എന്റെ കൺമുമ്പിൽ നിൽക്കുന്നത് എന്റെ ഗുരുവര്യനായ സാക്ഷാൽ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. ഞാൻ അമ്പരന്ന് പോയി. ഞാൻ പറഞ്ഞു, ഉസ്താദ് എന്തിനാ അങ്ങോട്ട് വന്നത്? ആവശ്യപ്പെട്ടാൽ ആളയച്ചാൽ ഞാൻ അങ്ങോട്ട് വരില്ലേ? അപ്പോഴാണ് ഞാൻ കണ്ടത് ഉസ്താദിന്റെ പുറകിൽ നിൽക്കുന്ന പർദ്ദ ധരിച്ച ഒരു പെണ്ണ്. എന്നോട് പറഞ്ഞു, അബൂവദ, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് എന്റെ മകളെ നിനക്ക് നിക്കാഹ് ചെയ്ത് തന്നില്ലേ? എന്റെ മകൾ നിന്റെ ഭാര്യയാണ്. വൈകുന്നേരമായപ്പോൾ ഞാൻ ആലോചിച്ചു, നിങ്ങൾ രണ്ടുപേരും വിവാഹിതരായിരിക്കെ എന്തിന് നിങ്ങൾ 2 വീടുകളിൽ താമസിക്കണം? അതുകൊണ്ട് ഞാൻ എന്റെ മകളെ കൂട്ടിക്കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. പുതിയെണ്ണ് വരികയാണ് ഇപ്പൊ ഉപ്പാന്റെ കൂടെ. ഉപ്പാന്റെ കൂടെ പുതിയെണ്ണ് വരികയാണ്. മകളോട് പറഞ്ഞ, മോളെ, ഇതാണ് അബൂവദ. മദീനയിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്വാലിഹായ ചെറുപ്പക്കാരനാണ്, ഏറ്റവും നല്ല പണ്ഡിതനാണ്, എന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനാണ്, അറിവുള്ള വ്യക്തിയാണ്. നിന്നെ സംരക്ഷിക്കാനും നിനക്ക് മാർഗദർശനം നൽകാനും യോഗ്യനാണ്. അതുകൊണ്ട് ബിസ്മി ചൊല്ലിയാണ് കടന്നോന്ന് പറഞ്ഞു. മകള് ബിസ്മി ചൊല്ലി വലത്തേകാലെടുത്ത് അകത്തേക്ക് കടന്നു വന്നു. വാപ്പ പറഞ്ഞു, അബൂവദ, ഞാൻ പോവാണ് പള്ളിയിലേക്ക്. മൂപ്പർക്ക് പള്ളി വിട്ടിട്ടുള്ള പരിപാടിയില്ലല്ലോ. ഞാൻ അവളെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്, ഞാൻ പള്ളിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് മൂപ്പര് തിരിച്ചുപോയി. അബൂവദ പറയുകയാണ്, ഞാൻ ആദ്യം ചെയ്തത് ആ റൊട്ടിന്റെ പാത്രത്തെ ഞാൻ കട്ടിലിന്റെ അടിക്ക് വെച്ച്. കാരണം ഒരു പുതിയെണ്ണ് പൊരിയിൽ വന്നിട്ട് നടാടെ തന്നെ ഉണങ്ങി റൊട്ടി കണ്ട് വിഷമിക്കണ്ട എന്ന് കരുതിയിട്ട് ഞാനത് കട്ടിലിന്റെ അടിയിലേക്ക് വെച്ച്. ഞാൻ വീട്ടിന്റെ മതിലിന്റെ മുകളിൽ കയറിയിട്ട് വിളിച്ചു പറഞ്ഞു അയൽവാസികളോട്, ഇതാ സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ മകളെ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു, അവളിതാ എന്റെ വീട്ടിൽ. ഷാരി ചെവിക്കൊള്ളാൻ ആളുകൾ വിചാരം ഭാര്യ മരിച്ചിട്ട് എനിക്ക് പിരി ലൂസായതാണ്. ഞാനെന്തോ വിളിച്ചു പറയുകയാണ്. ആളുകൾ ഒരു തള്ളങ്ങ പുറത്തു നോക്കിയിട്ട് പറഞ്ഞിട്ട്, മോനെ, നിന്റെ ലെവല് തെറ്റിപ്പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ, അല്ല, ഹക്കാണ്, സത്യമാണ്, എന്റെ വീട്ടിൽ ഇതാ വന്നു നോക്കാറുണ്ട്. വേറൊരു പെണ്ണ് വെറുതെ വന്നു നോക്കി. അപ്പം അവൾക്ക് മനസ്സിലായി ശരിയാണ്. അപ്പൊ അവളെല്ലാവരോടും പറഞ്ഞു, ശരി തന്നെയാണ്, അബൂവദ വെറുതെ പറഞ്ഞതല്ല. അപ്പോഴാണ് സ്ത്രീകളൊക്കെ വന്നത്. ആരോ ഒരു പെണ്ണ് എന്റെ ഉമ്മാന്റെ വീട്ടിലേക്ക് അടുത്തേക്ക് പോയി ഉമ്മാനെ കൂട്ടിക്കൊണ്ടുവന്നു എനിക്ക് സമാധാനാകാൻ വേണ്ടി.
ഉമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, അബൂവദാവ, ഏതായിരുന്നാലും ഇവളൊരു പുതുപ്പെണ്ണല്ലേ, അവളെ ഞാൻ ഇവിടെ ഇങ്ങനെ നിർത്തുന്നില്ല, ഞാൻ അവളെ കൊണ്ടുപോയി ഒക്കെ ഒരുക്കി റെഡിയാക്കിയിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവരാമെന്ന് ഉമ്മ കൊണ്ടുപോയി അവളെ. അതാണ് ഉണ്ടായത്. സഈദ് ഇബ്നുൽ മുസയ്യബിന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ നിങ്ങളോട് ഈ കഥ പറഞ്ഞത്. എന്ത് മാമൂലാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞത്? എന്ത് ആചാരങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞത്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സഈദ് ഇബ്നുൽ മുസയ്യബ് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? സയ്യിദുത് താബിഈൻ, താബിഈങ്ങളുടെ നേതാവ് എന്ന് പിൽക്കാല പണ്ഡിതന്മാർ പ്രശംസിച്ചു പറഞ്ഞ മഹാനാണ് മദീന മുനവ്വറയിലെ ജ്ഞാനധന്യനായ പണ്ഡിതവര്യൻ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു തആല അൻഹു. ആ വിശുദ്ധമായ മാതൃകകളൊക്കെ നമുക്കിന്ന് അപമാനകരാണല്ലേ. ഇങ്ങനെ ഒരാൾ മകളെ കെട്ടിച്ചു കൊടുത്താൽ അയാൾക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? ആളുകളെല്ലാം കൂടി അയാളെ പുറകു കൂടുതലും, അയാളെ ബന്ധുക്കൾ വിടോ, അയാളെ പെങ്ങന്മാർ വിടോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ. പിന്നെ അതിന്റെ അപ്പുറം എന്തുണ്ടാക്കുന്നെങ്കിലും അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന മാമൂലുകളാണ്. ഒരു കല്യാണ ആലോചനയൊക്കെ നടന്നാൽ ഇപ്പൊ എന്താ ആളുകൾ ചെയ്യുന്നവരോ, ആദ്യം തന്നെ പെണ്ണ് കാണുക, എന്നിട്ട് ബാക്കിയൊക്കെ തീരുമാനിക്കാം. അവന്റെ ആവശ്യമാണ് ആദ്യം പെണ്ണ് കാണട്ടെ, അതല്ല ബാക്കിയുള്ളതൊക്കെ തീരുമാനിക്കും. പെണ്ണിനെ കാണുന്ന അവസാനമാണ്. അതവനോട് തിരിച്ചു പറയണ്ടേ? അത് പറയാനുള്ള തന്റെ ഇടം നിങ്ങൾ കാണിക്കണം, ഈ സമുദായം കാണിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോ? അവന്റെ ദീൻ അന്വേഷിച്ചോ? അവന്റെ കുടുംബത്തെ പറ്റി അന്വേഷിച്ചോ? അവർക്ക് എത്രത്തോളം ഇസ്ലാമിക ബന്ധമുണ്ടെന്ന് നോക്കിയോ? ഈ പെണ്ണിനെ സംരക്ഷിക്കാൻ അവന് കഴിയുമോ എന്ന് അന്വേഷിച്ചോ? മഹർ കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചോ? അതൊക്കെ അന്വേഷിക്കുക. എല്ലാം തീരുമാനിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയുടെ ദീനും സലാഹിയത്തും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. എല്ലാ യോജിപ്പുണ്ടെങ്കിൽ കുടുംബങ്ങൾ തമ്മിലുള്ള യോജിപ്പുണ്ടാകണം, സ്വാഭാവികമാണ്. കുടുംബത്തിന്റെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഒരേ സോഷ്യൽ സ്റ്റാറ്റസ് അല്ല ഒരു സമൂഹത്തിൽ ഉണ്ടാവും. അപ്പൊ അത് പരിഗണിക്കപ്പെടണം. അല്ലാതിരുന്നാൽ അത് ഏച്ചുകൂട്ടിയ മാതിരിക്കും, പിന്നെ ആ കല്യാണങ്ങൾ ശരിയാവില്ല. ഒരുപാട് പ്രതിസന്ധികൾ ഈ പെണ്ണ് ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അത് വേണ്ട. ആ സോഷ്യൽ സ്റ്റാറ്റസ് നിങ്ങൾ നോക്കൂ. എല്ലാം യോജിച്ചതിന് ശേഷം അവസാനം ചെയ്യേണ്ട, നിക്കാഹിന്റെ തൊട്ട് മുമ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ് ഒരു പെണ്ണ് കാണുമെന്ന് പറഞ്ഞത്. എന്നാ ഒരു പെണ്ണ് കാണണമെങ്കിൽ തന്നെ അവനൊറ്റക്ക് പോവോ? പെണ്ണ് കാണാൻ ഇല്ല. ഇപ്പൊ എന്റെ നാട്ടിലടുത്ത് ഒരു നല്ല ദീനീബോധമുള്ള ഒരു കാരണവരുണ്ട്. മുപ്പര് എന്നോട് നേരിട്ട് പറഞ്ഞ സംഭവം. അദ്ദേഹത്തിന്റെ അമ്മാവന്റെ വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ മലപ്പുറത്ത് നിന്ന് പെണ്ണ് കാണാൻ വന്നു. അപ്പൊ ഒരു ചെറുപ്പക്കാരനല്ല വന്നത്, ഒരു ജീപ്പിന് ചെറുപ്പക്കാരൻ, അതായത് 8-10 ചെറുപ്പക്കാര് പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു. അതായത് അവനവന്റെ കൂട്ടുകാരെല്ലാം കൂടി ഇവര് വലിയ സദ്യ ഒക്കെ ഉണ്ടാക്കി വീട്ടിൽ സൽക്കാരൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയിരിക്കുകയാണ്. അവർ വന്നിരുന്നു. അപ്പൊ എന്റെ ഈ സുഹൃത്തായ മാന്യനായ മനുഷ്യൻ അയാളുടെ അമ്മാവന്റെ വീട്ടിലാണ്. അയാൾ അമ്മാവനോട് പോയിട്ട് ചോദിച്ചു, ഇവരത്രയും ഇപ്പൊ പെണ്ണ് കാണാൻ വന്നതാണോ? എല്ലാവരും കൂടെ ആണെങ്കിൽ നമ്മൾക്ക് പെണ്ണിനെ കാണിച്ചു കൊടുക്കാൻ പറ്റൂല. കാരണം അത് ഈ പുതിയാപ്പൾക്ക് മാത്രം അനുവദിച്ച ഒരു സംഗതിയാണ്. അതും ആ പെണ്ണിന്റെ മുഖയും മുഖവും മാത്രമേ കാണാൻ പാടുള്ളൂ. അതുകൊണ്ട് അവന് മാത്രം കാണുകയാണെങ്കിൽ കാണാൻ, ഇല്ലാതിരുന്നാൽ മോശമല്ലേ എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ വീട്ടുകാരൻ, നിങ്ങളാണ് വീട്ടുകാരനെങ്കിൽ എന്ത് പറയും? അത് അയാളും പറഞ്ഞു. എങ്ങനെ ഇപ്പൊ അവരോട് പറയാൻ? പെണ്ണ് കാണാൻ വന്ന ഈ ടീമിനോട് ഇത് പറഞ്ഞാൽ ചിലപ്പോ പ്രശ്നമായാലോ കല്യാണം മുടങ്ങിപ്പോയാലോ. മൂപ്പര് പറഞ്ഞു, ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ആദ്യത്തെ ആ റൗണ്ട് വെള്ളം കൊടുക്കലൊക്കെ കഴിഞ്ഞ് പെണ്ണിനെ ഒരു റൂമിൽ ഒരുക്കി നിർത്തിയിരുന്നാൽ പെണ്ണ് കാണാൻ ആരാന്ന് വെച്ചാല് പുതിയാപ്പിള അരച്ച വരി എന്ന് പറഞ്ഞപ്പോ ഇവർ 5-8-10 ചെറുപ്പക്കാർ എഴുന്നേറ്റ്. വാതിൽക്കൽ ഇയാളവിടെ നിന്ന് ആലോചിച്ചു, നിങ്ങളിൽ ആരാണ് പുതിയാപ്പിളന്ന്? ഇവനാണെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾക്ക് 10 ആൾക്ക് കാണിച്ചാണെങ്കിൽ ഇവിടെ 10 പെണ്ണ് വേണ്ടേ? തൽക്കാലം ഒരു പെണ്ണിനെ ഇവിടെ ഉള്ളൂ, അത് കാണാൻ പുതിയാപ്പിള ആരാന്ന് വെച്ചാൽ അകത്തേക്ക് പോകാം, ബാക്കിയുള്ളവർക്ക് പുറത്തു പോകുന്നു. അപ്പോ നാട്ടു നടപ്പനുസരിച്ച് ഇതൊരു ബോംബ് സ്ഫോടനം ഉണ്ടായതുപോലെയാണ്. വലിയ അപമാനായില്ലേ? അപ്പോ എല്ലാവരും കൂടി തീരുമാനിച്ചു, പുതിയാപ്പിളിയും കൂട്ടുകാരൊക്കെ നമ്മൾക്ക് അങ്ങനെ പെണ്ണൊന്നും കാണണ്ട, അങ്ങനെ മാനം കെട്ട് കാണണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ പോയി. പക്ഷെ ആ വീട്ടുകാർ കുറച്ച് തന്റെ ഇടമുള്ള വീട്ടുകാരാണ്. അവരെല്ലാം കൂടി വൈകുന്നേരം ഈ കഥ അറിഞ്ഞ് വീട്ടുകാരെല്ലാം കൂടി വന്ന്, വാപ്പിയും അമ്മാവന്മാരും കുടുംബക്കാരും എല്ലാം കൂടി വന്ന് വലിയ മോശമായി പോയി, എന്താ ഇപ്പൊ ചെയ്യാം, പിന്നെ എല്ലാ നിലക്കും യോജിച്ച കെട്ടാണ്, ഇനിയിപ്പോ എന്താ ചെയ്യാ, വലിയ മാനക്കേടായി പോയി. ഏതായാലും ആ കുട്ടികളെ അടുത്ത് വലിയ അബദ്ധം പറ്റിയതാണ്, നിങ്ങൾ മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞു. ഇവര് പറഞ്ഞു, ഈ അബദ്ധം പറ്റുന്ന പുതിയാപ്പിളാരെ ഞങ്ങൾക്ക് പറ്റൂല. കാരണം നടാടെ പെണ്ണ് കാണാൻ വന്നപ്പോ തന്നെ അബദ്ധം പറ്റുകയാണ്, ഇനിയുള്ളിലൊക്കെ ഈ അബദ്ധങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ജാതി പുതിയാപ്പിളാരെ നമ്മൾക്ക് വേണ്ട തീരുമാനമെടുത്ത് ഒഴിവാക്കി ആ ബന്ധം. ഇത് പറയാനുള്ള തന്റേതാണ്
ഒരു കുടുംബനാഥന്മാരായ ഈമാനുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടത്. പക്ഷെ പലരും എന്താ ചെയ്യുന്നത്? എങ്ങനെ ഇപ്പൊ അവരോട് പറയാൻ, എന്താ പറഞ്ഞാൽ വരാനുള്ളത്? ഒരു കുടുംബജീവിതം ആരംഭിക്കുന്നതിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ശുദ്ധ ഹറാമായിട്ട് വരി കിടന്നത് പറ്റൂല എന്ന് പറയാനുള്ള തന്റെ നമുക്ക് വേണ്ടേ? ഇതിനല്ലേ ദീനിബോധം എന്ന് പറയുന്നത്? അവിടെ നാട്ടുമാമൂലോ ആചാരങ്ങളോ ആളുകൾ അങ്ങനെ ചെയ്യുന്നില്ലേ? അപ്പുറത്തെ വരിയിൽ നാളെ 12 ആളല്ലേ പുതിയ പെണ്ണ് കാണാമെന്ന് പറയലല്ല ഇതിന്റെ മറുപടി. തീർത്ത് പറയണത് എന്റെ വീട്ടിൽ പറ്റില്ല. അതിനാണ് ദീൻ എന്ന് പറയുന്നത്, അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. മുൻകറി കണ്ടാൽ തടയാൻ കടപ്പെട്ടവരാണ് നമ്മൾ. എന്റെ വീട്ടിൽ എനിക്ക് പറ്റൂലാന്നോ? അതുകൊണ്ട് ആരും ആ ന്യായങ്ങൾ പറഞ്ഞു വേണ്ടി എന്താ പറയാ, എങ്ങനെയപ്പോ അവരോട് പറയാമെന്ന് ചിന്തിക്കണ്ട, പറഞ്ഞാൽ മതി കണ്ണടച്ചിട്ട് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഒന്നും വരാൻ പോകുന്നില്ല. നിങ്ങൾ ആ പറയുന്നതോടുകൂടി നിങ്ങളുടെ മകൾക്ക് സ്വാലിഹായ ഒരു ഭർത്താവിനെ അല്ലാഹു തആല വർണ്ണിച്ചു. ഇതിന് പകരമായിട്ട് ഖൈറായ ഒരു ഭർത്താവിനെ അല്ലാഹു തആല നിശ്ചയിക്കും. ആ നിമിഷം ആ ബർക്കത്ത് മാത്രം മതിയാവും നിങ്ങൾക്ക്. അതാലോചിക്കുക. ഇതുപോലെ എന്തെല്ലാം അനുഭവങ്ങൾ, ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ, ഒരാൾ മരിക്കുകയാണെങ്കിൽ, എന്ത് ചെയ്താലും ആചാരങ്ങളും മാമൂലുകളും ആളുകൾ എങ്ങനെ ചെയ്യുന്നു, ആളുകൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ന്യായീകരണങ്ങളും മറുപടികളും. ഒരു കല്യാണത്തിന്റെ മജ്‌ലിസിൽ തെക്കൻ കേരളത്തിലൊക്കെ ചെന്നാൽ കാണും, ഓരോരുത്തരും ഓരോരോ മാമൂലാണ്. തെക്കോട്ട് ഒരു ദീന് വേറെ, കാസർഗോട്ട് ഒരു ദീന്, കണ്ണൂർ ഒരു ദീന്, കോഴിക്കോട്ട് വേറെ ദീന്, മലപ്പുറത്തൊരു ദീന്, തൃശ്ശൂർ ഒരു ദീന്. തെക്കോട്ടൊക്കെ ചെന്നാൽ നിക്കാഹ് കഴിഞ്ഞാൽ പെണ്ണ് സ്റ്റേജിൽ വരണം, വല്ല കലാപരിപാടിക്കും വരുന്നത് പോലെ. എന്നിട്ട് പരസ്യമായിട്ട് ആ പെണ്ണിന്റെ കഴുത്തില് മാല ചാർത്തി കൊടുക്കണം ജനങ്ങളുടെ മുന്നിൽ വെച്ച്. ആയിരക്കണക്കായ ആളുകൾ അവരുടെ നികൃഷ്ടമായ കണ്ണുകൾ കൊണ്ട് ആ പെണ്ണിനെ നോക്കി നിൽക്കണം, അവളുടെ ഔറത്ത് കാണണം. എന്നിട്ടാണ് അവർ കല്യാണ ജീവിതം, വിവാഹ ജീവിതം ആരംഭിക്കുന്നത്. അല്ലാഹു തആല അതിൽ ബർക്കത്ത് ചെയ്യും. ഞാൻ 1-2 നിക്കാഹിന് പോയി എറണാകുളത്ത്. നിക്കാഹിന്റെ സദസ്സിൽ ചെന്നു. ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, എനിക്കറിയില്ലായിരുന്നു നടാടാണ് ഈ ഓഡിറ്റോറിയങ്ങൾ നിക്കാഹിന് പോകുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പൊരീന്നാണ് നിക്കാഹിലെ, അല്ലെങ്കിൽ അധികവും പള്ളിയിൽ നിന്ന് അപൂർവം പുരകളിൽ നിന്ന് നിക്കാഹിനാണ്. അത്രയല്ലേ നമ്മൾക്ക് പരിചയമുള്ളൂ. ഇതൊരു ഓഡിറ്റോറിയം, വലിയ സ്റ്റേജും പരിപാടികളൊക്കെ. നിക്കാഹ് ചെയ്തിട്ട് എന്നിട്ട് കസാലയിൽ നിവർന്നിരുന്ന് മേലോട്ട് നോക്കുമ്പോഴാണ് തലന്റെ മുകളിൽ ഉണ്ണിയേശു നിൽക്കുന്നത് കണ്ടത്. അപ്പൊ ഏതോ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ ഓഡിറ്റോറിയങ്ങളാണ്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരിപ്പോ അവരുടെ ഓഡിറ്റോറിയത്തിൽ അത് വെക്കില്ല. നമ്മളിപ്പോ നമ്മുടെ ഒരു ഓഡിറ്റോറിയം ആണെങ്കിൽ ഒരു മദീനയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു കഅബയുടെ ഫോട്ടോ ഒക്കെ അതൊരു കുറ്റമല്ലല്ലോ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതിന്റെ താഴെ വെച്ച് നിക്കാഹ് ചെയ്യാൻ തീരുമാനിച്ച ഈ മണ്ടന്മാരെ പറയേണ്ടതിന് ഇങ്ങനത്തെ ഒരു മജ്‌ലിസിൽ, ഒരു പ്രതിമയുള്ള മജ്‌ലിസിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? അവിടെ വെച്ച് ദുആ ഇരുന്നാൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യും, ദുആ സ്വീകരിക്കും. അൽഫാത്തിഹ വിളിച്ചിട്ട് മേലോട്ട് നോക്കുമ്പോഴാണ് ഈ സാധനം കാണുന്നത്. ഞാൻ ഇവിടുന്ന് ദ്വാരക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് ദ്വാരുന്നു. എങ്ങനെ ഉത്തരം കിട്ടും? മലക്കുകൾ ഇങ്ങോട്ട് വരണ്ടേ? മലക്കുകൾ വരൂല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, ഉത്തരം കിട്ടാനുള്ള സാധ്യത ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദ്വാരക്കേണ്ടി വന്നു. അപ്പൊ ഈ ആളുകൾ ശ്രദ്ധിക്കേണ്ട, ഒരു നിക്കാഹ് ചെയ്യേണ്ട മജ്‌ലിസ് എവിടെയായിരിക്കണം? പള്ളിയിൽ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിക്കാഹുകളൊക്കെ നടന്നത്. അതും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. എന്താണ് വെള്ളിയാഴ്ച നിങ്ങൾക്ക് നിക്കാഹ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്? പള്ളിയിൽ വെച്ച് നിക്കാഹ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് തടസ്സം? നിങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയല്ലേ അത്? എത്ര ലാഭം ഉണ്ടാവും പള്ളിയിൽ വെച്ച് നിക്കാഹ് നടന്നാൽ? ഒരു ബിസ്ക്കറ്റും ചായ കൊണ്ട് പ്രശ്നം തീരൂലേ? പണച്ചെലവ് ഉണ്ടാവുന്നില്ല എന്നുള്ളത്, അതിന്റെ പുറമെ റഹ്മത്തിന്റെ അനുഗ്രഹീതമായ മജ്‌ലിസാണ് എന്നത്, സാലിഹ്യങ്ങൾ ഒത്തുചേരും എന്നുള്ളത്. പള്ളിയിൽ വെച്ചാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പറ്റുന്ന ആളുകളാണ് അവിടെ പങ്കെടുക്കുക. എത്ര അനുഗ്രഹീതമായിരിക്കും ആ സദസ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലത്തെ എണ്ണമറ്റ ആചാരങ്ങൾ ഇസ്ലാം ദീനിലാണ് കടന്നു വരുന്നത്. എന്താണ് അതിന്റെ ദോഷം എന്നറിയോ? അവിടെ മുഴുവനും വിശുദ്ധമായ ദീനിന്റെ ചര്യകൾ നാം കൈയൊഴിക്കാൻ നിർബന്ധിതരാണ്. ദീനിന്റെ ചര്യകൾ നിഷേധിക്കപ്പെടുമ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഭാവികമായിട്ടും ബറക്കത്ത് എടുത്തു കളയും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തലമുറകൾ നശിച്ചു പോകുന്നതിൽ, കുട്ടികൾ വഴിതെറ്റി പോകുന്നതിൽ നമ്മൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അതിന്റെ കാരണം ആ കുട്ടികൾ ഉണ്ടാകേണ്ട മജ്‌ലിസ് തുടങ്ങുന്നത് തന്നെ തിന്മകളുമായിട്ടാണ്. ഒരു കുഞ്ഞ് ഒരു ഗർഭം ധരിച്ചു നോക്കുക. ഇപ്പൊ ഇന്നലെ എന്നോടൊരാൾ വന്നാണ് ചോദിച്ചു, പള്ളാണ പേറ്റിന് കൊണ്ടുപോകാൻ ഒരു നല്ല ദിവസം ഏതാണെന്ന് ചോദിച്ചിട്ട് വലിയ കാര്യത്തിലുണ്ട്. ഞാൻ പറഞ്ഞു, എവിടേക്കാങ്ങളെ കൊണ്ടുപോകണത്? ഒരു 2-3 മർഹല അപ്പുറത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ ഒരു സഫറിന് പറ്റിയ ദിവസവും ഒക്കെ കണ്ടുപിടിക്കാം. എവിടേക്കാങ്ങളെ പ്രസവിക്കാൻ കൊണ്ടുപോകുന്നത്? അത് പുതിയാപ്പള്ളിയുടെ പെരയിൽ നിന്ന് വാപ്പാന്റെ പെരയ്ക്ക് കൊണ്ടുപോകാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ ഈ പുതിയാപ്പള്ളിയുടെ പെരയിൽ പെറ്റാ പോരത്, എന്താ പിന്നെ കുഴപ്പമുള്ളത്? പുതിയാപ്പള്ളിയുടെ വീട്ടിൽ പ്രസവിക്കാൻ പറ്റൂല.
എന്താണ് അതിന് ബുദ്ധിമുട്ടുള്ളത്? പുതിയാപ്പളുടെ വീട്ടിൽ പുതിയാപ്പളുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് അവന്റെ ചെലവിലല്ലേ നടക്കേണ്ടത്? അവനല്ലേ ഈ കുട്ടിന്റെ പിതാവ്. ആ പെണ്ണിന്റെ മുഴുവൻ ചെലവുകളും വഹിക്കേണ്ടത് പുതിയാപ്പളല്ലേ. അപ്പൊ അവന്റെ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ടുള്ളത്? ശരി, ഇനി ആദ്യത്തെ പ്രസവക്കല്ലേ, അപ്പൊ സ്വന്തം ഉമ്മ, സ്വന്തം വാപ്പ, അല്ലെങ്കിൽ സഹോദരിമാര്, ആങ്ങളാര്, അവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് ഒരു സന്തോഷം ഉണ്ടാകാണെങ്കിൽ കൊണ്ടേക്കോട്ടെ, അതിന് വിരോധമൊന്നുമില്ല. പക്ഷെ അതൊരു വലിയ സംഭവമാക്കി അതിനെ ഒരു തുണിക്കുപ്പായം വേറെ ഉണ്ടാക്കി, ചില സ്ഥലത്തൊക്കെ വെളുത്ത നിസ്കാര കുപ്പായത്തിന്റെ മാതിരിയുള്ള കുപ്പായൊക്കെ അടിച്ചുകൊണ്ട് ഇവിടെ ഈ ബലദില പള്ളിന്റെ അടുത്തിന്റെ തലവെട്ടാൻ കൊണ്ടുള്ള ആൾക്കാർ വെളുത്ത സാധനം എന്തോ ഒരു ഭീകരമായ രൂപത്തിൽ ഈ പെണ്ണിനെ എന്തോ കൊല്ലാൻ കൊണ്ടുപോകണ മാതിരി സാധാരണ ഡ്രസ് ഇട്ട് കാണാൻ പോയാ പോരെ, എന്നാ പ്രസവിക്കൂലേ? അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ കിതാബിലുണ്ട് മരിച്ചാലും കഫൻ ചെയ്യാൻ വേണ്ടി വെള്ള തുണി വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഒരു പെണ്ണിനെ പ്രസവിക്കാൻ കൊണ്ടുപോകാനായിട്ട് വെള്ള തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ് ആ പെണ്ണിനെ എന്തോ ഒരു ഭയങ്കര അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന മാതിരി ആകെ പേടിപ്പിച്ച് ബേജാറാക്കി കൊണ്ടുപോകേണ്ട വല്ല സംഗതി ഉണ്ട് അതിൽ? സാധാരണ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുന്നതിനും ഹൈറായ ദിവസങ്ങൾ ഏതുണ്ടോ ആ ദിവസങ്ങളൊക്കെ ഇതിനും ഹൈർ തന്നെയാണ്. അങ്ങനെ പേറ്റിന് കൊണ്ടുപോകാനായിട്ടൊരു പ്രത്യേക ദിവസം കിതാബിലൊന്നും തരുന്നാ കാണൂല. മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ഹൈറായ ദിവസങ്ങളില്ലേ? ആ ഹൈറായ ദിവസം ഇതിനുണ്ടാവും. ഖൈറു യൗമിൻ തലാഅത്ത് അലൈഹി ശംസു യൗമുൽ ജുമുഅ എന്നാണ്. വെള്ളിയാഴ്ചയാണ് ആകാശത്തിന്റെ ചോട്ടിൽ ഏറ്റവും നല്ല ദിവസം. സൂര്യൻ ഉദിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ്. അപ്പൊ വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്ക് ഏറ്റവും ഹൈറായ ദിവസം. നിങ്ങൾക്ക് അന്ന് ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലോ. ഇതൊരു വലിയ ഗൗരവമുള്ള വിഷയമാക്കിയിട്ടാണ് ആളുകൾ എടുക്കുന്നത്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫാത്തിഹ ഓതി ദ്വാരക്കുന്നതിനൊന്നും എതിരില്ല, അതൊക്കെ നല്ലത് തന്നെ. അത് പേറ്റിന് കൊണ്ടുപോകുമ്പോൾ മാത്രമൊന്നല്ല, എപ്പോഴും ദ്വാരക്കേണ്ട സംഗതിയാണ്. നിങ്ങൾ എവിടെ പോവാണെങ്കിലും ഫാത്തിഹ ഓതി ദ്വാരക്കണ്ടേ? അത് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യാനും നമ്മുടെ ലക്ഷ്യം സഫലീകരിക്കാനും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകാനൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഇതിന് മാത്രമുള്ള സംഭവം ഒന്നല്ലല്ലോ. അപ്പൊ അതെന്തോ ഒരു വലിയ സംഭവമാക്കിയിട്ട് എന്നിട്ട് അതിന് കാര്യമായിട്ട് ആളുകൾ വന്ന് ഡേറ്റ് നിശ്ചയിച്ച് എന്നിട്ട് ചോദിക്കാണ് അവിടുന്ന് എത്ര ആൾ വരും, അവിടുന്ന് 2 ജീപ്പിന് ആള് വരും. എന്നിട്ട് അവർ വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേന്ന് വെച്ചാല് ഒരു 10 കെട്ട് അലുവ കൊണ്ടുവന്നാൽ ബലിഞ്ഞിപ്പോ തിരിച്ച് ഒരു 15 കെട്ടായിട്ട് അങ്ങോട്ട് പള്ളാണമോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ. എന്നിട്ട് അതിലൊരു കെട്ട് കുറഞ്ഞാൽ അത് വലിയ പ്രശ്നമാക്കി അത് ചർച്ച ചെയ്ത് പിന്നെ പള്ളാണാൻ വരുന്നോല് അവരിപ്പോ എന്താ കൊടുന്നത്? അവര് 10 കെട്ട്, അപ്പൊ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയ 10 കെട്ടായാലും അങ്ങോട്ട് കൊണ്ടുവരേ. ആ ജാതിക്കാരോട് കെട്ടിക്കണ്ട ഞാൻ അന്നേനെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാലും നാത്തൂനെ കെട്ടിച്ചു കൊടുക്കുന്ന ആള് വന്നേണ്ട അഭിപ്രായം. അപ്പൊ ഇവർക്കും തോന്നാണ് ഇത് മോശമായോ നമ്മളെ ബന്ധം? എന്താ മോശത്തിന്റെ മാനദണ്ഡം? അൽവാക്കെട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ അവര് ദീനോ അവരുടെ സലാഹിയത്തോ ഒന്നുമല്ല. അങ്ങോട്ട് കൊണ്ടായ അത്ര അൽവാക്കെട്ട് ഇങ്ങോട്ട് കിട്ടിയില്ല എന്നുള്ളതിന്റെ പേരിൽ, അല്ലെങ്കിൽ സോപ്പ് കൊണ്ടുപോകും. സോപ്പ് നാട്ടിൽ കിട്ടാത്ത സാധനമാണ്. സോപ്പ് കെട്ടിപ്പോന്നാണ് കൊണ്ടുപോകുക. വലിയ ഒരാളെയൊക്കെ വിളിച്ച് അതിന് കൂലിയും കൊടുത്ത് തലയിലേറ്റിട്ട് സോപ്പും പൊട്ടിയിട്ട് പോവുക. അതൊരു വലിയ ചടങ്ങിന് എങ്ങാനോ അതെങ്ങാനും നടന്നിട്ടില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അയലക്കാർക്ക് എന്തേ കൊടുന്നത്? അവരൊന്നും കൊടുത്തിട്ടില്ല. അല്ല, സോപ്പൊന്നും കൊടുത്തിട്ടില്ലേ? എന്നിട്ട് ആ സോപ്പ് വിതരണം അതൊരു വലിയ ചടങ്ങാണ്. പിറ്റേന്ന് ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മായിമാക്കുള്ള പണി സോപ്പ് സപ്ലൈ അല്ല, അടുത്ത വീടുകളിലൊക്കെ സോപ്പ് വിതരണം ചെയ്യാം. എവിടുന്നാണ് ഇതൊക്കെ പറഞ്ഞത് അള്ളാഹുക്ക് അറിയാം. എന്നിട്ട് അതിനു വേണ്ടി സാധുക്കള് കാശുള്ളവൻ കൊടുക്കുകയാണെങ്കിൽ തിരക്കിടില്ല, അവന് സോപ്പോ സാബുനോ സൂപ്പർ വൈറ്റ് എന്തെങ്കിലും കൊടുത്തോട്ടെ. ഈ സാധു മനുഷ്യന്മാര് എന്നിട്ട് അതിന് പൈസ ഉണ്ടാക്കാനാണ്. 10 കെട്ട് അലുവക്ക് പൈസ ഉണ്ടാക്കണം, സോപ്പിന് പൈസ ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള അതിനെന്തൊക്കെ വേണോ അത് മുഴുവൻ ആചാരങ്ങൾ ഉണ്ടാവുകയാണ്. നിങ്ങൾ ചിലപ്പോ സാധിക്കുമെങ്കിൽ എന്തെങ്കിലും ഹദിയ കൊടുക്കുന്നോ സദഖ കൊടുക്കുന്നോ ഒരു തെറ്റായതുകൊണ്ടല്ല ഞാനീ പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഈ ആളുകളിൽ അത് ചെയ്തേ പറ്റൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയിലേക്ക്, അത് ചെയ്യാതിരുന്നാൽ വലിയ മാനക്കേടാണ്, അല്ലെങ്കിൽ കുടുംബം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് ആചാരങ്ങൾ മാറിപ്പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടിയൊക്കെ ജനിച്ചാൽ ഒരു സുന്നത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സുന്നത്ത് കഴിക്കല് ഒരു പുണ്യകർമ്മമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരിച്ചറിയാണ്, ദീനിന്റെ അടിസ്ഥാനമാണ്. പക്ഷെ ആ സുന്നത്തൊന്നല്ല ആളുകൾക്ക് പ്രശ്നം. അതിന് അമ്മോ വന്നീനോ മൂത്താപ്പ് വന്നീനോ ഓന്റെ പുതിയാപ്പള്ളിൽ അവര് വന്നീനോ ഇബല് വരുന്നീനോ ഒക്കെ ചോദിക്കും. ഇബലാരും വന്നില്ലേ ഈ സുന്നത്ത് നടക്കൂലേ? അവർക്ക് എന്താ അതിൽ റോളുള്ളത്? ഇവരൊക്കെ ഒസാമാരാ. എല്ലാ ആളുകളും വിളിച്ചുകൂട്ടൻ തർക്കടില്ല. ഇവന്റെ വീട്ടിൽ ഒരു സുന്നത്ത് കർമ്മം നടക്കുമ്പോൾ അവിടെ ഒരു സദസ്സൊക്കെ ഉണ്ടാക്കി ഒരു ദ്വാരുന്നു, അല്ലെങ്കിൽ ഒരു മൗലൂദ് ഓതി, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മതം പറഞ്ഞ ബർക്കത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവനതല്ല ചെയ്യുന്നത്. ഇവന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഒരു 4 ജീപ്പിന് ആള് വന്നിട്ട് എല്ലാവരും കൂടി ആശുപത്രിക്ക് മാർച്ച് ചെയ്യാണ്. അതിനാ ഈ ആളുകളൊക്കെ വന്നത്.
എന്നിട്ട് അവർ കൊണ്ടുപോകേണ്ട സാധനങ്ങളുടെ ലീസ്റ്റ് ഉണ്ട്, കൊണ്ടുവരേണ്ട സാധനങ്ങളുടെ വ്യവസ്ഥയുണ്ട്. അതെങ്ങാനും കൊണ്ടുവരാതെ പോയാൽ പിന്നെ അതിന്റെ പേരിൽ കുടുംബബന്ധം ചിന്ന ഭിന്നായി, അത് ആക്ഷേപമായി, അയൽവശത്ത് സംസാരമായി. എന്നിട്ട് അത് തരാത്തതിന്റെ പേരിൽ അത് പിന്നെ പ്രശ്നം. സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാനാവും. ഒരു തീരുമാനം എടുക്കുക, കല്യാണം നടക്കുമ്പോൾ കല്യാണ നിശ്ചയത്തിന്റെ സമയത്ത് തന്നെ നിശ്ചയിക്കേണ്ട ഇതൊക്കെയാണ്. അവരോട് തീർത്ത് പറഞ്ഞേക്കണം, ഒരിടപാടും ഉണ്ടാവില്ല. ഈ രണ്ട് കക്ഷികൾ തമ്മിൽ യോജിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ കുടുങ്ങൂലേ? ഈ രണ്ട് കക്ഷികൾ, ഈ രണ്ട് വീട്ടുകാർ തമ്മിൽ നമ്മൾ തമ്മിൽ ഒരു ഇടപാടും വേണ്ട, നമ്മൾ തമ്മിൽ ഇത്ര ഒരു ആചാരങ്ങളും വേണ്ട. സോപ്പൊക്കെ എന്റെ പെരയിലുണ്ട്, ഞാൻ അത്യാവശ്യം ഇവിടെ സോപ്പ് കൊണ്ടുവരുന്നുണ്ട്, എന്റെ പെരയിലുള്ള സോപ്പ് കൊണ്ട് ഞങ്ങൾ ഇവിടെ കുളിച്ചോളും, നിങ്ങൾ പെരയിലെ സോപ്പ് നിങ്ങൾ വാങ്ങിയാൽ മതി എന്ന് അവരോട് പറഞ്ഞാൽ പോരെ? ഇങ്ങോട്ട് കാശ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അന്തസ്സുള്ളവർ അതല്ലേ പറയേണ്ടത്? എന്റെ മകളെ നോക്കാൻ എനിക്ക് കഴിയും, ഇവിടെ ആവശ്യങ്ങൾക്കുള്ള പൈസ ഇവിടെ ഉണ്ട്, നിങ്ങളാരും കാശ് കൊണ്ടുവരണ്ട. പുതിയാപ്പിൾക്ക് പറഞ്ഞൂടെ, അമ്മായിമാർക്ക് പറഞ്ഞൂടെ, ഇങ്ങോട്ട് നിങ്ങൾ തുണിക്കുപ്പായൊന്നും കൊണ്ടുവരണ്ട, ഇവിടെ തുണിക്കുപ്പായൊക്കെ എല്ലാവരും ഇവിടുത്തെ വാപ്പേനെ എടുക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ കൊണ്ടുവരേണ്ടില്ല എന്ന് പറഞ്ഞ് അവരാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ അതിന്റെ പുറകിലാണ്. ഈ രണ്ട് കൂട്ടർക്ക് തീരുമാനിക്കാവുന്ന വളരെ ലളിതമായ നിസ്സാരമായ കാര്യമാണ്. അവരാണ്ട് അഡ്ജസ്റ്റിലെത്തിക്കഴിഞ്ഞാൽ മതി, നമ്മൾ തമ്മിൽ ഇടപാടുകളൊന്നും വേണ്ട. ആരും ഒന്നും ചെയ്യൂല, നാട്ടുകാർക്ക് ഇതിൽ ഒരു സംഭവമില്ല, ഒരു റോളുമില്ല, അവർക്കിതിൽ ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ അയലക്കത്തൊക്കെ ഒരു ചടങ്ങാണ്ട് നടന്നാൽ, ഒരു പള്ളാണാൻ വരലോ അല്ലെങ്കിൽ ഒരു പേറ്റിനുണ്ടോലോ നടന്നാൽ പിന്നെ ഇങ്ങനെ കയറി വരലാണ്. അപ്പുറത്തെ താത്ത വെറുതെ കയറി വരും, ഇപ്പുറത്തെ താത്ത അസന്റേഷൻ ഇങ്ങനെ വരും, എന്തേ കൊടുന്നു ചോദിച്ചുകൊണ്ട്. എന്നിട്ട് അതിന്റെ എണ്ണം വിവരൊക്കെ അറിഞ്ഞ് എന്നിട്ട് അത് അങ്ങേ പെരയിൽ പോയി പറഞ്ഞ്, നിങ്ങൾ അറിഞ്ഞില്ലേ എന്താ എന്ത് കൂട്ടരാണ്, എന്തേ പോലെ കൊടുന്നത്, ഉസുറും പുളില്ലാത്തോലും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേ പെരയിൽ പോയി പറയാ. അവരവിടുത്തെ താത്താരെല്ലാം കൂടിയാണ് തന്നെ എന്ന് ചോദിച്ചിട്ട് അവരെ വക ഫ്ലാഷ് ചെയ്യല്, ഇതെല്ലാം കൂടി നാട്ടിലാണ് പാട്ടാകലാണ്. പക്ഷെ ഈ രണ്ട് കക്ഷികൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ വല്ല പ്രശ്നങ്ങളുണ്ടോ? എത്ര സാമ്പത്തികമായ ബാധ്യതകൾ വരുന്നുണ്ടോ നിങ്ങൾ? പാവങ്ങൾ കുടുങ്ങിപ്പോവാണ്. എത്ര ആളുകൾ വന്നിട്ട് നമ്മളോട് പരാതി പറയാറുണ്ട്, എന്താ ഉസ്താദെ ചെയ്യാ, ഇനിയിപ്പോ പള്ളാണാൻ പോകലുണ്ട്, എന്നെ കൊണ്ട് കഴിയൂല, നീ എത്ര മനസ്സത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കണ്ട് അവര് വന്ന് തലി കഴിച്ചിട്ട് പറയാണ്. പള്ള കാണാൻ പോവുകയും ചെയ്തോളൂ, അതിന് വിരോധമൊന്നുമില്ല. കാരണം ഒരു പെണ്ണ് ഗർഭിണിയായിരിക്കുമ്പോൾ സന്ദർശകര് ഇങ്ങനെ വന്നാൽ ഒരു ആശ്വാസമാണ്. അതുകൊണ്ട് നമ്മളതൊരു കുറ്റമൊന്നും പറയുന്നില്ല. പള്ള കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും സന്ദർശിക്കുന്നത് ഗർഭിണിയായി നിൽക്കുമ്പോൾ ബന്ധുക്കളൊക്കെ വരാൻ ഒരു സമാധാനമാണ്, ഒരു പിന്നെ ഉല്ലാസത്തിനും നേരം പോകാനൊക്കെ നല്ലതുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഈ ആചാരങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ കഷ്ടപ്പെടുത്തി അത് കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാക്കി കുടുംബബന്ധം തകർത്ത് ആക്ഷേപിച്ച് അല്ലെങ്കിൽ ഗീബത്ത് പറയാനും നമീമത്ത് പറയാനും ഫസാദ് ഉണ്ടാക്കാനും ഇടവരുത്തുന്നുവെങ്കിൽ അത് കുറ്റകരമായി മാറും. നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വിവാഹത്തിലും ഒരു ജനനത്തിലും മാത്രമൊന്നല്ല, എല്ലാ സംഗതിയിലും മരണത്തിൽ വരെ ആചാരങ്ങളാണ്. ജനിക്കുന്നതും മരിക്കുന്നതും ഒക്കെ ആചാരങ്ങളിലാണ്. ഇസ്ലാം അനുവദിച്ചോ ഇല്ലേ എന്നുള്ളതല്ല, ആചാരങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു മരണം സംഭവിച്ചാൽ ഇപ്പം എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? മരിച്ചാൽ തന്നെ ആദ്യം ചെയ്യാനുള്ള കാര്യം, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് അനൗൺസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഫസ്റ്റിലുള്ള കാര്യം അനൗൺസറെ കണ്ടുപിടിച്ചിട്ട് ഒരു മൈക്ക് കൊടുത്തിട്ട് ഇത് അനൗൺസ് ചെയ്യാനാണ്. നാടായ നാട്ടിൽ മുഴുവനും നടന്നു. ഒരു അറിയപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ സമൂഹത്തിലെ ആദരണീയരായ വ്യക്തികളൊക്കെ ആണെങ്കിൽ അവര് മരിച്ചു എന്നുള്ള വാർത്ത അറിയാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. ശരി, ഇത് ഒരു വിവരം ആളുകൾക്ക് ഉണ്ടാവില്ല. ഏതോ ഒരു സാധാരണ സ്ത്രീ ഒക്കെ ആയിരിക്കും. എന്നിട്ടിത് പറഞ്ഞാലും മനസ്സിലാവില്ല. എന്നിട്ട് പരേതനായ ഇന്ന ആളുടെ പരേതയായ ഭാര്യയുടെ പരേതനായ സഹോദരന്റെ സഹധർമ്മിണി എന്നൊക്കെ പറഞ്ഞു കാണാണ് ഇപ്പൊ ഈ വിളിച്ചു കൂട്ടൽ. ഇതൊന്നും പറഞ്ഞ ആളൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. അത് ഈ പരേതന അനൗൺസ് ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങാടി കഴിഞ്ഞിട്ടുണ്ടാവും, മറ്റേ പരേതന എത്തുമ്പോൾ ആരൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്തോ മരിച്ചുകിടുന്നേ മനസ്സിലാവും. ഇവന്റെ ഈ വിളി കേട്ടാൽ തന്നെ മനസ്സിലാവും. എന്നിട്ട് അതിനൊരു പ്രത്യേക ശൈലിയൊക്കെ ഉണ്ട്. വല്ലാത്തൊരു കൗതുകമാണ്. ഇപ്പൊ അങ്ങാടിയിൽ പോയി നിന്ന് നോക്കണേന്റെ ഒച്ചമ്പിളി കേൾക്കണമെങ്കിൽ. ഇത് വലിയ ചടങ്ങ്, മരിച്ചാൽ ചെയ്യേണ്ട വലിയൊരു പുണ്യകർമ്മമാണ് ഇപ്പത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിന് പൈസ ചെലവാക്കണ്ടേ? വളരെ വ്യസനസമേതം അറിയിക്കുന്നു എന്നാണ് അനൗൺസർ പറയലെങ്കിലും അയാൾക്കിത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. കാരണം ദിവസം 2-3 മരണങ്ങൾ കിട്ടുക എന്നുള്ളതാണ് മൂപ്പര ഉപജീവനത്തിന്റെ ആകപ്പാടുള്ള സന്തോഷകരമായ വശം. മൂപ്പരത് വളരെ വ്യസനസമേതാണ് നിങ്ങൾ അറിയിക്കുന്നത്. ഈ പണം ചെലവഴിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇപ്പോ എല്ലാ വീടുകളിലും ഫോണുണ്ട്, സകല വീടിലും ഫോണുണ്ട്.
ഇനി അഥവാ കുറച്ചുകൂടി സ്റ്റൈലായിട്ട് വേണമെങ്കിൽ ഇമെയിൽ അയക്കാം മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് അതിന് സൗകര്യമുണ്ട്. കാരണം അത്രയും എമ്പാടും ആളുകൾ ലോകം മുഴുവൻ മരണവിവരെത്താൻ സെക്കൻഡുകൾ പോയപ്പോൾ പഴയ മാതിരിയാ. ഇല്ലെങ്കിൽ ഒരു മഹല്ലിലൊക്കെ ഒരാൾ ഒരു മഹല്ലിൽപ്പെട്ട ആളാണെങ്കിൽ ആ മഹല്ലിലെ പള്ളിയിൽ മൈക്കിൽ വന്ന് അനൗൺസ് ചെയ്താൽ മതി, ഇവിടെ നമ്മളെ മഹല്ലിൽപ്പെട്ട ഇന്നാൾ പറ്റും. മഹല്ലേർക്കുള്ള ബാധ്യത. കാരണം ഇതിന്റെ തജീസിന് പങ്കെടുക്കുക, പരിപാലനത്തിൽ പങ്കെടുക്കലാണ് ലക്ഷ്യമെങ്കിൽ അത് മഹല്ലേരുടെ ബാധ്യതയാണ്, അവർ ചെയ്യണം. അപ്പൊ മല്ലാക്ക മൈക്കോൺ ചെയ്ത് കാണാൻ നമ്മളെ മഹല്ലിലുള്ള ഇന്നാൾ മരിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഈ ലോകം മുഴുവനും ഇത് അനൗൺസ് ചെയ്തിട്ട് എന്തോ ഒരു സമ്മേളനം നടക്കുന്നത് പോലെ അനൗൺസ് ചെയ്യുന്നത്. അതാണ് ഇപ്പൊ കാര്യമായ ചടങ്ങ്. വീട്ടുകാർക്ക് വേറൊന്നും അറിഞ്ഞൂടാ. മക്കള് എല്ലാവരും ഓടി വന്നുകാണ്ട് അതല്ലേ ചോദിക്കണത്. ഒരാൾ മരിച്ചു എന്ന് കേട്ട അയലക്കത്ത് നിന്ന് ആൾ ഓടി വന്നുകാണ്ട് എന്താ മയ്യത്തിന്റെ താടി കെട്ടിയിക്കണോ, കണ്ണടച്ചിട്ടുണ്ടോ, ഡ്രസ്സ് ഒഴിവാക്കിയോ, കെടുത്തിയോ, നേരെ കെടുത്തിയോ, കിബിലേക്ക് തിരിച്ചോ ഒന്നും ആരും നോക്കില്ല. ആദ്യം വന്നാണ് മോനോട് കണ്ട് അല്ല പിന്നെ അനൗൺസറെ വിളിച്ചാ. അപ്പൊ വിളിച്ചൊരാളെ ഏൽപ്പിച്ചില്ലേ, വലിയൊരു സേവനം ചെയ്തു കൊടുക്കുകയാണ് ആ കുടുംബത്തിന്. വിളിച്ചൊരാളെ ഏൽപ്പിച്ചില്ലേ, അതാണ് വലിയൊരു ചടങ്ങായിട്ട് കാണുന്നത്. എന്നിട്ട് ഈ അനൗൺസ് കേട്ടിട്ട് എല്ലാവരും മരിച്ച വീട്ടിൽ വരികയാണ് മയ്യത്ത് കാണാൻ. ആരോടെങ്കിലും അങ്ങാടിയിൽ നിന്ന് കണ്ടു കണ്ടല്ല നമ്മൾ ആചാര്യ മരിച്ചല്ലോ നിങ്ങൾ പറഞ്ഞു. ഞാൻ പോയി കണ്ടു വന്നല്ലോ. മുപ്പര പ്രശ്നം തീർന്നു. മുപ്പരിഞ്ഞ് കോഴിക്കോട്ട് പോവാണ്, അല്ലെങ്കിൽ മുപ്പര ഏർപ്പാണ്ട് പോവാണ്. ഞാൻ പോയി കണ്ടു വന്നല്ലോ. ഇയാൾ എന്താ ധരിച്ചിട്ടുള്ളത്? ആകപ്പാടെ മരിച്ചാൽ അയാളോടുള്ള ഹക്ക് പോയിട്ട് മയ്യത്ത് കാണലാണ്. ഇങ്ങനെ ഒരു ഷറഅ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തന്നിട്ടുണ്ട്. നമ്മളൊക്കെ പഴയ കാലത്ത് നമ്മളെ വാപ്പാരൊക്കെ അതുപോലെ തന്നെ നമ്മളെ വല്യപ്പാരൊക്കെ മരിച്ച് ഇരുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ അറിവുള്ള ആളുകൾ ഒരാൾ മരണപ്പെട്ടാൽ എന്തു ചെയ്യും? ആ മയ്യത്തിനെ മൂടി ഇട്ടിട്ട് ആ മൂടിയ ശീല തലന്റെ അടിയിലേക്കും കാലിന്റെ അടിയിലേക്കും ഇങ്ങനെ മടക്കിയൊക്കെ പറന്നു പോകാതിരിക്കാൻ വേണ്ടി വളരെ ബന്ധപ്പെട്ട ആളുകൾ, ആത്മബന്ധമുള്ള ആളുകൾ വന്നാൽ അവർക്കൊരു കാണുന്നതിൽ താല്പര്യമുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ സ്നേഹിതന്മാരാണ്, ആത്മമിത്രങ്ങളാണ്. അപ്പൊ അത് അവസാനത്തൊരു നോക്ക് കാണാനല്ല, അത് അവരുടെ ഹുബ്ബിന്റെ പ്രകടനമാണ്. ആളുകൾ ഇതൊരു അവസാനത്തെ ഒരു നോക്ക് കാണാനാണ് ഇപ്പൊ ഈ പേപ്പറിലൊക്കെ അങ്ങനെ കാണുന്നതുകൊണ്ട്. അവസാനത്തെ നോക്ക് കാണാൻ 10,000-കണക്കിന് ആൾ പങ്കെടുക്കുന്ന പേപ്പറിൽ വരുന്നതുകൊണ്ട് ജനങ്ങളുടെ ധാരണ അവസാനം ഒരു നോക്ക് ഇത് കണ്ടിരിക്കണം എന്നാണ്. പക്ഷെ ഈ ആളുകൾ വരുന്ന അതിനല്ല, അവർ ഹുബ്ബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങൾ ഓടി വന്നു, ആ മുഖത്ത് ചുംബിച്ചു. അതാ ഹുബ്ബാണ്, അത് നമ്മൾക്ക് മനസ്സിലാവും. പക്ഷേ ഈ വരുന്ന കാക്കാമാര് മുഴുവനും അവരേറ്റ് ബന്ധമുള്ളവരോ ഹുബ്ബുള്ളവരാണോ? അല്ല. എന്നിട്ട് മയ്യത്ത് എന്റെ തലഭാഗം തുറന്നു വെച്ച് ഇതിങ്ങനെ കാറ്റും കൊണ്ട് കണ്ടിരിക്കാൻ വരുന്ന ആളുകൾ മുഴുവനും വന്ന് കണ്ട് അത് മുസ്ലിങ്ങളുണ്ട്, കാഫറുകളുണ്ട്. ചില സ്ഥലത്തൊക്കെ പുരുഷന്മാര് മരിച്ചിട്ട് സ്ത്രീകള് ക്യൂ ആയിട്ട് നിന്ന് കാണാൻ. അതിനെ അവിടെ ആക്കി വെച്ചാൽ വളണ്ടിയർമാര് ഇവിടെ അങ്ങോട്ട് കുറെ ആളുകൾ കണ്ടാൽ അഞ്ഞു വാതിലടക്കാണ് ഇനി അടുത്തത് പെണ്ണുങ്ങൾക്ക് അവിടെ അങ്ങോട്ട് തുറക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ വക ഒരു ആക്കി വെച്ചാലാണ്. വാതിലൊക്കെ പൂട്ടി ഈ ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഒച്ചടണ ആൾക്കാരെ പ്രതിരോധിക്കാൻ വേറെ ആർക്കും കഴിയില്ലല്ലോ. അപ്പൊ അതോടുകൂടി ബാക്കിയുള്ളവര് കാര്യബോധമുള്ളവർ മിണ്ടാതിരിക്കും. അപ്പൊ ഇയാളേനെ പിന്നെ അവിടുത്തെ ആളാണ്ടാവും. എന്നിട്ട് പെണ്ണുങ്ങളെ വാതിലൊക്കെ തുറന്ന് പെണ്ണുങ്ങളോട് ഇങ്ങോട്ട് നിൽക്കെ, അങ്ങോട്ട് പോടി, ഇങ്ങോട്ട് നടക്കടി എന്നൊക്കെ പറഞ്ഞു കാണ്ട് അയാളോട് കൊടുന്ന് കാണിച്ചു കൊടുക്കുകയാണ് മയ്യത്ത്. ഈ അന്യ ഒരു പുരുഷന്റെ മുഖത്ത് നോക്കാൻ ഈ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുവരാണ് ഈ കാക്ക. പട് ജാഹില്. ആരും ഇത് പറയില്ല, എല്ലാവരും ഇങ്ങനെ മരിച്ചോടത്തല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ടാതിരിക്കും. എന്തൊക്കെ പറയണ മോശമല്ലേ, ഇനി പോടുന്നൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഒച്ചപ്പാടുണ്ടാക്കണ്ട കരുതി കുറെ ആളുകളുമുണ്ട്. കുറെ ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ് മിണ്ടാതിരിക്കും. എന്നിട്ടിനിപ്പോ ഇതൊക്കെ മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെയും കഫൻ ചെയ്യുന്നതിന്റെയും മുമ്പുള്ള അവസ്ഥകളാണ്. അത് മാത്രം കൊണ്ട് പ്രശ്നം തീരുന്നുണ്ട്. ഈ നല്ലൊരു ശതമാനം ആളുകൾ ശ്രദ്ധിക്കുന്ന എന്താന്ന് വെച്ചാൽ, നാളെ രാവിലെ 10 മണിക്ക് പരേതന്റെ ജനാസ പിന്നെ സംസ്കരിക്കുന്നതാണെന്നാണ് ഇപ്പൊ വിളിച്ചു പറയാം. അപ്പൊ ഇവര് പിന്നെ 10 മണിക്കല്ലേ സമയമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്നിട്ട് എല്ലാവരും കൂടെ 10 മണിക്ക് വന്നുകാണ്ട് ഇങ്ങനെ കാത്തു. അപ്പൊ ഇവര് 10 മണിക്ക് വരുമ്പോ ഇങ്ങനെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തിട്ടുണ്ട്. കുളിപ്പിച്ച് ഏതാണ്ട് പകുതിയാകുമ്പോ കുളിപ്പിക്കണ ചില ആസാമികളുണ്ട്. അവര് പറഞ്ഞ വലിപ്പെട്ട ആളുകളാണ്. വാതിലെ മെല്ലെ തുറന്നുകാണ്ട് എന്നാ തുടങ്ങിക്കോളി എന്ന് പറയും. എന്തായി തുടങ്ങണേ എനിക്ക് മനസ്സിലായോ? അപ്പൊ ഒരു കാരണോല് വന്നുകാണ്ട് മോലിയരോട് എന്നാ മോലിയരെ തുടങ്ങിക്കോളിയാറ്. മോലിയർ ഫാത്തിഹ യാസീൻ തുടങ്ങാനാണ് ഇപ്പൊ ഈ പറയണത്. യാസീനൊക്കെ ഓതി കഴിഞ്ഞിട്ട് യാതൊരു വർത്തമാനമില്ല. പിന്നെ എങ്ങനെ ഇരിക്കാനാണ് എല്ലാ ആളുകളും. ഇവിടെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടില്ല, കഫൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, യാസീൻ ഓതി ഇങ്ങനെ ഇരിക്കും. കുറെ സമയം ഇരുന്നിട്ട് ചിലപ്പോ കുറെ ആളുകൾക്ക് പിരിഞ്ഞു പോവും. ചിലപ്പോ കാണാൻ യാസീൻ ഓതി പകുതിയാകണ നേരത്ത്
വാതിൽ തുറന്നു കാണ്ട് ഏതെങ്കിലും കാരണമാണ്ട് ഈ വിട്ടത്തും തൂങ്ങിന്ന് കാണ്ട് ഒരു പറച്ചിൽ എന്നാ ഞാൻ കാണാനുള്ളവരൊക്കെ വേണ്ടി വരിക. അതോടുകൂടി യാസീനും തുമ്പില്ലാതായി. പിന്നെ കാണാൻ വേണ്ടിയുള്ള തിരക്കാണ്. നിങ്ങളൊക്കെ കാണാൻ പോയിട്ടില്ലേ മയ്യത്ത് ആ കോലത്തിൽ? നിങ്ങൾ പറയില്ല എന്ന് പറയാൻ ആരാളുള്ളത്? എല്ലാവരും ഒരിക്കലെങ്കിലും ആ ജാതി അബദ്ധത്തിൽ ചാടിയിട്ടുണ്ട്. കാണാൻ പോകാണ് പുറത്തുള്ള ആളുകളൊക്കെ. അപ്പോഴേക്ക് അങ്ങ് മതിലപ്പുറത്തുള്ളവരൊക്കെ തുണിയൊക്കെ തൾമാടി കാണുന്നിട്ട് ചാടി കടന്ന് വന്ന് കാണാൻ ഒരുങ്ങാണ് ഇവർ, മയ്യത്ത് കാണാൻ. എന്തോ ഒരു വല്ലാത്ത പുണ്യകർമ്മത്തിന് വേണ്ടിയാണ് ഇവർ ഒരുങ്ങുന്നതെന്ന് അറിയോ? അതോടുകൂടി ആ യാസീനും അബദ്ധത്തിലായി, ഓതുന്ന ആളുകളുടെ ശ്രദ്ധയും തെറ്റി. പിന്നെ ആ മയ്യത്ത് കുളിപ്പിച്ച വെള്ളത്തിലൂടെ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് മയ്യത്ത് പകുതി തുറന്നു വെച്ചിരിക്കുകയാണ് മയ്യത്ത് കാണാൻ വേണ്ടി. നേരത്തെ കണ്ടുപോയ ആളുകളും ഒന്നും കൂടി പിന്നെ കാണാൻ വരും. കാരണം ഒറ്റക്ക് അവിടെ നിൽക്കണേ മോശമല്ലേ, ഇവന് മയ്യത്ത് കാണാനൊന്നും യാതൊരു താല്പര്യമില്ല എന്ന് തോന്നൂലേ എന്ന് വിചാരിച്ചിട്ട് അവന്റെ വക പിന്നെയും വന്നിട്ട് തിരക്കാൻ. എന്നിട്ട് ജനങ്ങൾ മുഴുവനും തിരക്കി ബഹളം ഉണ്ടാക്കി. ചില ആളുകൾ ചീത്ത പറയും. അപ്പോഴേക്ക് അതിന് വളണ്ടിയർമാർ വന്ന് ലൈനാക്കുന്ന ആളുകൾ വന്ന് ഇതിലിങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ ആ വാതിൽ ഇങ്ങോട്ട് തുറക്കിയെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം തന്നെ. ഒരു മരിച്ച വീട് കൈകാര്യം ചെയ്യും. ഇങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ പുതിയ തലമുറക്ക് മനസ്സിലാവില്ല പണ്ടെന്താ നടന്നത്. നമ്മളാരും ചെറുപ്പകാലത്ത് കണ്ടിട്ടില്ല. അതാണ് അന്നൊക്കെ ശരിക്കും ആലിമീങ്ങളാണത് കൈകാര്യം ചെയ്തിരുന്നത്. വളരെ ശാന്തമായ മജ്ലിസുകൾ, വളരെ ശാന്തമായ സദസ്സുകൾ. ആ സദസ്സിൽ ഒരാൾ മരണപ്പെട്ടാൽ അതിന് ശരിയായ രൂപം അവർക്കറിയാം. മരണപ്പെട്ട വീട്ടിൽ ആദ്യം എത്തുന്ന ആളുകൾ ചെയ്തിരുന്നത് അവരുടെ താടി കെട്ടിക്കൊടുക്കും, ഇല്ലെങ്കിൽ വായ തുറന്നിരിക്കും, കണ്ണ് സാവധാനം അടച്ചു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണത്. മഹാനായ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു വഫാത്താകാൻ സമയമായപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ആളെ പറഞ്ഞയച്ചു. ഉമ്മു സലമ ബീവി അല്ലാഹുവിന്റെ റസൂല് വന്നു. അപ്പൊ ഏതാണ്ട് രോഗ അവസ്ഥയിലാണ്. അല്ലാഹുവിന്റെ റസൂൽ അവരെ സമാധാനപ്പെടുത്തിയിട്ട് ദുആ ചെയ്തിട്ട് പള്ളിയിലേക്ക് പോയി. പോകുമ്പോൾ ഉമ്മു സലമയോട് പറഞ്ഞു, ഉമ്മു സലമ മരിച്ചാൽ എന്നെ വീരറിയിക്കണം എന്ന് പറഞ്ഞു. മരണാസന്നനായി എന്നതിന്റെ തെളിവാണത്. റസൂൽ പള്ളിയിൽ പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ മഹാനായ അബൂ സലമ റളിയല്ലാഹു തആല തങ്ങൾ വഫാത്തായി പോയി. ഉടനെ ഉമ്മു സലമ ബീവി ആളെ പറഞ്ഞയച്ചു. അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു വന്നപ്പോൾ കൂടെ സഹാബികളുമുണ്ട്. അവര് വന്നിട്ട് ആദ്യം ചെയ്തത് അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിങ്ങനെ അടച്ചു കൊടുത്തു. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരാൾ മരണപ്പെട്ടാൽ അവന്റെ കണ്ണ് അവന്റെ റൂഹിനെ പിന്തുടരും എന്ന് പറഞ്ഞു. റൂഹിങ്ങനെ പോകുമ്പോ കണ്ണതിങ്ങനെ നോക്കും. ശരീരത്തിൽ നിന്ന് റൂഹാണ്ട് പിരിഞ്ഞു പോകല്ലേ. കണ്ണിങ്ങനെ നോക്കുമ്പോൾ ആ കണ്ണ് അതേപടി ഉണ്ടാവും. പിന്നെ അത് പൂടൂല, അപ്പോഴേക്ക് മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പൂട്ടിക്കൊടുക്കും. ഇല്ലാതിരുന്നാൽ കണ്ണ് തുറന്നിരിക്കും. അങ്ങനെ കണ്ണ് പൂട്ടിക്കൊടുത്തു. അപ്പൊ ഈ റസൂലുള്ളാഹിന്റെ ഈ വാക്ക് കേട്ടപ്പോ സഹാബികളെല്ലാം പൊട്ടിക്കരഞ്ഞു പോയി. അതൊരു വല്ലാത്ത രംഗാണല്ലോ. റൂഹ് പോകുന്നതിനെ കണ്ണ് പിന്തുടരുമെന്ന് പറഞ്ഞു. കണ്ണിങ്ങനെ കാണുകയാണ് റൂഹ് പോകുന്നത്, മലക്കുകൾ കൊണ്ടുപോകുന്നു. അങ്ങനെ റസൂല് താടി കെട്ടിക്കൊടുത്തു, കാലൊക്കെ നേരെ വെച്ചു, ഖിബലയിലേക്ക് മുഖം തിരിച്ചാണ്ട് കിടത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആയിരുന്നു, അല്ലാഹുമ്മ ഗഫിർ ലി അബീ സലമ, അല്ലാഹുമ്മ ഗഫിർ ലി അബീ സലമ, അല്ലാഹുമ്മ ഗഫിർ ലി അബീ സലമ എന്ന് പറഞ്ഞിട്ട് ദുആ. അല്ലാഹുവിന്റെ റസൂൽ ദുആയിരുന്നിട്ട് പോയി, പള്ളിയിലേക്ക് പോയി. പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യം അല്ലാഹുവിന്റെ റസൂൽ അതാണ് പഠിപ്പിച്ചത്. അതാണ് നമ്മളൊക്കെ പണ്ട് ചെയ്തിരുന്നത്. മരിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ഒഴിവാക്കിയിട്ട് ശരിക്ക് ഖിബലയിലേക്ക് മുഖം തിരിച്ച് കിടത്തി ഒരു തുണി കൊണ്ട് മൂടിയിടും. അതിന്റെ ചുറ്റുഭാഗത്തിരുന്നിട്ട് ഖുർആനോ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലഖീനു മൗതാക്കും സൂറത്ത് യാസീൻ, നിങ്ങളിൽ നിന്ന് മരിച്ച ആളുകൾക്ക് നിങ്ങൾ യാസീൻ ഓതി കൊടുക്കണം. അപ്പൊ എന്തിനാണെന്ന് വെച്ചാൽ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാവും. ആ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഈ മയ്യത്തിന് അനുഗ്രഹമായിരിക്കാൻ, മയ്യത്തിന് ബർക്കത്ത് കിട്ടാൻ, അങ്ങനെ നിരന്തരം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. വളരെ ബന്ധപ്പെട്ട ആളുകൾ അവർക്ക് വന്നാൽ അവർ കാണും. അധിക സമയം മയ്യത്ത് വെക്കാറില്ല. മയ്യത്ത് അങ്ങനെ വെക്കാൻ പാടില്ല. അധിക സമയം മയ്യത്ത് വെക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വ്യക്തി മരിച്ചാലും അവന്റെ മയ്യത്ത് രാത്രിയിൽ അവന്റെ വീട്ടിൽ സൂക്ഷിക്കൽ ഒരു കുടുംബത്തിനും ഖൈറല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മയ്യത്ത് താമസിച്ചു വെക്കരുത്. നമ്മളിപ്പോ സാധാരണ മരിച്ചാൽ, ഉച്ചക്ക് മരിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇപ്പൊ മറിയാൻ കഴിയൂല, എന്നാ നാളെ 10 മണിക്കാകട്ടെ തീരുമാനിക്കും. നിങ്ങൾ എന്തിനു നാളെ 10 മണിക്കാകട്ടെ തീരുമാനിക്കണം? നിങ്ങൾക്ക് രാത്രി 10 മണിക്ക് മറയിലൂടെ? രാത്രി മറയാൻ പാടില്ല എന്ന് ആരോ പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ വെളിച്ചൊക്കെയുള്ള സമയമല്ലേ, ഇപ്പൊ പഴയ മാതിരിയല്ലല്ലോ. മക്ബറയിൽ ഇഷ്ടം പോലെ വെളിച്ചുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴാണോ മറവ് ചെയ്യാൻ സൗകര്യമുള്ളത്, ഖബറ് തയ്യാറാകുന്നത്, അപ്പൊ മറവ് ചെയ്തോളണം.
അത് രാത്രിയായി എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. എത്രയോ സഹാബികളെ രാത്രി മറവ് ചെയ്തിട്ടില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ജനങ്ങൾക്ക് അങ്ങനെ ധാരണയില്ല, രാത്രി മറയാൻ പാടില്ല. രാത്രി വീട്ടിൽ നിന്ന് വെക്കരുത് എന്നാണ് റസൂല് പറഞ്ഞത്. മയ്യത്ത് രാത്രി വെറുതെ വീട്ടിൽ കാത്തു വെക്കരുത്, ഒരാവശ്യമില്ല. ചിലപ്പോൾ ആളുകൾ പറയും അവർ വരാനുണ്ട്, അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒരു മയ്യത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തേണ്ട ആവശ്യം എന്താണ്? ഇവിടുന്ന് ആളുകൾ പോകാറുണ്ട് ഈ ഗൾഫ് നാടുകളിൽ നിന്ന്. തിരക്കടില്ലാണ്ട് കൃത്യ ടൈമിൽ നിങ്ങൾക്ക് എത്താൻ കഴിയുമെങ്കിൽ, ഇപ്പോൾ വിമാന സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ രാവിലെ 8 മണിക്ക് മയ്യത്തെടുക്കുക, വൈകുന്നേരം 5 മണിക്കോ 6 മണിക്കൊക്കെ മരിച്ചാൽ രാവിലെ മയ്യത്തെടുക്കുകയാണെങ്കിൽ രാത്രി ഇവിടുന്ന് പോയാൽ രാവിലെ എത്തും, ശരി തന്നെ. പക്ഷേ അത് എത്താൻ വേണ്ടി മയ്യത്തിനെ കാത്തുവെക്കാൻ പാടില്ല. മയ്യത്ത് ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. ഒരു മയ്യത്ത് മരണപ്പെട്ടാൽ അയാൾ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം അയാളെ ഖബറിലേക്ക് കൊണ്ടുപോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മയ്യത്ത് അവൻ മരണാസന്നനായ ഒരു മനുഷ്യൻ, മരണപ്പെട്ടുപോയ ഒരു മനുഷ്യൻ അവന്റെ കട്ടിലിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്റെ ബന്ധുക്കളെ, എന്റെ മക്കളെ, എന്റെ കുടുംബമേ, ഖദ്ദിമൂനി, നിങ്ങൾ എന്നെ വേഗം കൊണ്ടുപോയിട്ട് മറവ് ചെയ്യൂ എന്നാണ് ആ മയ്യത്ത് വിളിച്ചു പറയുന്നതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിലുണ്ട്. മയ്യത്ത് ആഗ്രഹിക്കുന്നത് നിങ്ങൾ വേഗം കൊണ്ടുപോയിട്ട് മറയണമെന്നാണ്. റസൂല് പറഞ്ഞു നിങ്ങൾ മയ്യത്തിട്ട് വേഗം നടക്കണം. എന്താ കാര്യം? അത് നല്ല മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ഏറ്റവും നല്ലത് വേഗം ഖബറിലെത്തലാണ്. ഇനി അതെല്ലാം മോശപ്പെട്ട ആളാണെങ്കിൽ വേഗം നിങ്ങളെ പെരടിന്ന് ഒഴിവാക്കലാണ് നല്ലത്. റസൂല് നേരെ പറഞ്ഞതാണ് ഇതൊക്കെ, എല്ലാ ഹദീസുകളിൽ വന്നതാണ്. നല്ല മനുഷ്യനാണെങ്കിൽ അയാൾ ആഗ്രഹിക്കൽ എന്താണ്? വേഗം അവിടെ എത്തണം എന്നല്ലേ? നിങ്ങളോട് വെച്ച് താമസിപ്പിച്ച് അയാൾക്ക് ഇഷ്ടമുണ്ടാവുമോ? മക്കളാവട്ടെ ആരാവട്ടെ എന്തിനു വേണ്ടി കാത്തിരിക്കണേ? മക്കൾ വന്നിട്ട് എന്താ കിട്ടാനുള്ളത്? ഒരു മയ്യത്ത് എന്റെ അരികിൽ മകൻ വിദൂരതയിൽ നിന്ന് ഓടി വന്നിട്ട് മയ്യത്തിന് എന്ത് ഖൈറുണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു. എന്താണ് മയ്യത്തിന് ഖൈറുള്ളത്? മകന് മയ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്താണ്? മയ്യത്ത് നിസ്കരിക്കുക. അത് ലോകത്തെവിടെയായാലും ചെയ്യാൻ പറ്റൂലേ? അതിനെത്ര വിമാന ടിക്കറ്റ് എടുത്ത് ഒരു 50,000 റുപ്യ ചെലവാക്കിയിട്ട് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ അതിന്? ഇല്ല. മയ്യത്തിന്റെ ഖൈർ എന്താണ്? എത്രയും പെട്ടെന്ന് അയാൾക്ക് ഖബറിലെത്തുക എന്നാണ്. നല്ല മനുഷ്യനാണെങ്കിൽ അയാൾ സ്വർഗം ഇങ്ങനെ കാണുന്നുണ്ടാവും. പിന്നെ മകനൊന്നും അയാൾക്കൊരു ചുക്കുമാവില്ല. എന്ത് മകൻ, എന്ത് ഭാര്യ, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ, ദുന്യാവിന്റെ സീനത്ത് മാത്രം ഇവിടെ ഇരിക്കാൻ ആർക്കാ താല്പര്യം ഉണ്ടാകുക? സ്വർഗം മുന്നിൽ കാണുന്ന ഒരു മനുഷ്യന് അയാൾ പോകാൻ ആഗ്രഹിക്കൂലേ? അപ്പൊ അയാളെ വേഗം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കലല്ലേ മാന്യത? പൊരിയിൽ വെച്ച് താമസിപ്പിക്കൽ, അവര് വരാനുണ്ട് ഇവര് വരാനുണ്ട് എന്ന് പറഞ്ഞാൽ താമസിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതിന്? ഒന്നുമില്ല. മയ്യത്തിനെ നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകരുത്. എവിടെയാണോ മരണപ്പെട്ടത് ആ സ്ഥലത്ത് മറമാടണമെന്നാണ് കർമ്മശാസ്ത്രത്തിന്റെ വിധി. എത്ര ആളുകളുണ്ട് ഈ രാഷ്ട്രീയക്കാരൊക്കെ വലിയ അവരുടെ സംഭാവനയായിട്ട് വരലെന്ന് ഞങ്ങൾ മയ്യത്ത് കൊണ്ടുവരാൻ, ഗൾഫിൽ നിന്ന് മയ്യത്ത് കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തും ഗവൺമെന്റിന്റെ വക. നമ്മൾക്ക് ഈ സൗകര്യം വേണ്ട. എങ്ങനെയാണ് ഈ ഗൾഫിൽ നിന്ന് മയ്യത്തുകൾ കൊണ്ടുപോവുക? നിങ്ങൾക്ക് അതിന് എന്ത് ന്യായമാണുള്ളത്? ഒരു മയ്യത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകാൻ എന്ത് ശർഅയായ ന്യായമുണ്ട്? പ്പെട്ടോ അവിടെ ഈ മയ്യത്ത് മറവാണ്ട് വേഗം മറവ് ചെയ്യണ്ടേ? ഇത്രയും സമയം വെച്ച് താമസിപ്പിക്കുന്നതിന് കുറ്റകരം. രണ്ടാമതൊരു സ്ഥലത്ത് നിന്ന് മയ്യത്ത് മറ്റൊരു സ്ഥലത്തേക്ക് നഖൽ ചെയ്യുന്നു എന്നുള്ള കുറ്റകരം. ഇത് മുഴുവനായി മനുഷ്യന്മാർ ചെയ്യുന്നത്. അതിനുവേണ്ടി ടിക്കറ്റ് ഉണ്ടാക്കണം. ഒരു ടിക്കറ്റ് പോലെ അതിന് 4 ടിക്കറ്റ് വേണം. എന്നിട്ട് അതിന് പൈസ പിരിപ്പിക്കണം. ഇതൊക്കെ ചെയ്യണ്ടേ? ചില ആളുകൾ എന്താ മയ്യത്ത് കൊണ്ടുവരാൻ വൈകണേ? നാട്ടിലിങ്ങനെ ഭയങ്കര ആകാംക്ഷയിൽ കാത്തിക്കാണ്. മയ്യത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഭയങ്കര സംഭവം പോലെ മയ്യത്ത് കാത്തു നിൽക്കാൻ. എന്നിട്ട് എല്ലാവരും ആ വീട്ടിൽ പോയിട്ട് മയ്യത്ത് വരുന്നതും കാത്ത്. എന്താ താമസം? അവന്റെ കമ്പനിയിൽ നിന്ന് അവന്റെ കാശുകളൊന്നും മുഴുവൻ ക്ലിയറായി കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ട് വേണം ടിക്കറ്റ് എടുത്ത് കൊണ്ടുവരാൻ. ഇവന്റെ കാശ് എടുത്ത് ടിക്കറ്റ് എടുത്തുകാണ് മയ്യത്ത് കൊണ്ടുപോകാൻ. ആരാ ഇത് നിങ്ങൾ അനുവദിച്ചത്? ഈ മനുഷ്യൻ മരിക്കുന്നതോടുകൂടി അയാളുടെ മുഴുവൻ സ്വത്തും അയാളുടെ അനന്തരാവകാശികളുടേതാണ്. മയ്യത്തിന്റെ തെജ്ഹീസിനുള്ള ചെലവൊഴിച്ച് അയാളുടെ കടബാധ്യത ഒഴിച്ചു ബാക്കിയൊക്കെ അനന്തരാവകാശികളുടേതാണ്. അല്ലേ? ഞാൻ മരിച്ചാല് എന്റെ എല്ലാ സ്വത്തുക്കളും എന്റെ അനന്തരാവകാശികളുടേതാണ്. മക്കളുടെയും ഭാര്യയുടെയും ഉമ്മി വാപ്പിന്റെ അവരുടേതൊക്കെയാണ്. ഈ പണം എനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന കാശ് എന്റേതല്ല. ഞാൻ മരിച്ചുപോയി.
അത് അവരുടേതാണ്. അതെടുത്തിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇയാൾ മയ്യത്ത് കൊണ്ടാൻ തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? അത് തീരുമാനിക്കേണ്ടത് ആരാണ്? ഈ ബന്ധുക്കളും മക്കളും ഏകകണ്ഠമായി സമ്മതിക്കണം. അവകാശികൾ മുഴുവൻ സമ്മതിക്കണേ. ഒരൊറ്റ ആള് തടസ്സപ്പെടുത്താൻ പറ്റൂല. അതും ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് സമ്മതിക്കാനുള്ള അവകാശമില്ല. ചെറിയ കുട്ടികൾ, യത്തീം കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, ആ യത്തീം കുട്ടികളുടെ കാശ് എടുത്തിട്ടാണ് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് വാങ്ങുന്നത്. മയ്യത്തിന് ഇനി അതിൽ അവകാശമുള്ളത് അയാളെ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും മറമാടാനും വേണ്ട ചെലവുകൾ മാത്രമാണ് ഇയാളുടെ അനന്തര സ്വത്ത് നിൽക്കാൻ പറ്റുന്നത്. ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട സംഗതികളാണിതൊക്കെ. വെറുതെ എന്തെങ്കിലും ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യാൻ പോകാൻ. എവിടുന്ന് മരിച്ചാലും നിങ്ങളൊക്കെ ആദ്യം തീരുമാനിച്ചിരിക്കണം. ബന്ധുക്കളോടൊക്കെ പറഞ്ഞേക്കും, ഞാൻ എവിടെയാണോ മരിച്ചത് അവിടെ എന്നെ മറവ് ചെയ്തിരിക്കണം. മയ്യത്തേറ്റ് ഇങ്ങനെ കൊണ്ടുനടക്കരുത്. നീ വിമാനത്തിൽ അങ്ങോട്ട് കൊണ്ടുനടക്കേണ്ട സാധനമൊന്നുമല്ല മയ്യത്ത് എന്ന് പറഞ്ഞു. അത് പ്രത്യേകിച്ച് വിദേശ രാജ്യത്താവുമ്പോൾ അതിന്റെ നിയമപരമായ ചില താമസങ്ങൾ ഉണ്ടാവും. അത്രേ താമസിപ്പിക്കാൻ പാടുള്ളൂ. അത് നിയമപരം മാത്രമാണ്. അത് കഴിഞ്ഞാൽ ഉടനെ ഈ മയ്യത്തെ മറവ് ചെയ്തോളും. അതിന്റെ തെജിഹീസുകൾ ചെയ്ത് നിസ്കരിച്ച് മറവ് ചെയ്യണം. അത് വെച്ച് താമസിപ്പിക്കൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. വീട്ടിലായിരുന്നാലും ശരി, ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാൽ നിങ്ങൾ വിളിച്ചു പറയേണ്ടത് ഞാനിപ്പോ അതിന് ഓടി വരേണ്ട കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ ഇന്നെ കാര്യങ്ങളൊക്കെ ചെയ്തേക്ക്, മറവ് ചെയ്തേക്ക് എന്ന് പറയും. അത് പറയാനൊരു മോശമല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യാണ്. അതല്ല, നിങ്ങൾ അല്ലാഹുവിന്റെ വജഹാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞേക്ക്, ഞാനതിൽ വരേണ്ട ഒരു കാര്യമില്ല. ഇവിടുന്നൊക്കെ ആളുകൾ, ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. മക്കത്തുനിന്ന് ആളുകൾ അവിടെ ആള് മരിച്ചു എന്ന് കേട്ട് ഇവിടുന്ന് ഓടുകയാണ്. മരിച്ചു എന്ന് കേട്ടിട്ട് ഇയാൾ ഉടനെ ടിക്കറ്റ് ശരിയാക്കി ഒരുപാട് പൈസ, ചിലപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള വന്നിട്ടുണ്ടാവുള്ളൂ, ഈ പൈസ കടം വാങ്ങിയിട്ടാണ് ടിക്കറ്റ് ശരിയാക്കുന്നത്. ജനങ്ങളെ പറയില്ലെന്ന് കരുതിയിട്ട് മാത്രം ഇവൻ കഴിവുള്ളവനല്ല, പോകാൻ അർഹതയുള്ളവനല്ല, പൈസ ഉള്ളവനല്ല. എന്നിട്ട് ഇവിടുന്ന് ജനങ്ങളെ കയ്യിൽ നിന്ന്, കൂട്ടുകാരെ കയ്യിൽ നിന്ന് പൈസ ആ നേരത്ത് കൊടുക്കാതിരിക്കൂലല്ലോ. ആ നേരത്തെ ഒരാൾ പൈസ കടം കിടക്കാതെ വല്ല മാനക്കെടല്ലേന്ന് കരുതിയിട്ട് ഇവനും കൊടുക്കും. എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരില്ല, തരേണ്ട ഒരു കാര്യമില്ല, അങ്ങനെ തരേണ്ട സംഭവം തീരില്ല. കടം വാങ്ങിയിട്ട് നാട്ടിൽ പോകേണ്ട വല്ല സംഭവം തീരുണ്ടോ? ആരോ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവൻ ഈ കാശും ചെലവഴിച്ച് അവിടെ ചെന്ന് മയ്യത്തെടുക്കാൻ നേരത്തായിരിക്കും, ചിലപ്പോൾ മക്ബറയിലെത്തിന്, ചിലപ്പോൾ പള്ളിക്കലായിരിക്കും, ചിലപ്പോൾ മറ ഇതുണ്ടാവും. എന്നിട്ട് അവിടെ ചെന്ന് നിസ്കരിച്ച് പൊരിച്ചെന്ന്. പിന്നെന്താ വൈകുന്നേരമായപ്പോഴൊക്കെ മറന്നില്ലേ? 2 ദിവസം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് പിന്നെ അങ്ങനെ ആലോചിക്കുന്നത്, എന്താ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോകണ്ടില്ല. എന്ത് കാര്യമുണ്ടായി പോക്കുണ്ട്? ആ ചങ്ങാതിക്ക് ആ നേരത്തെ ഹറമിൽ പോയിരുന്ന കണ്ട് മരിച്ച ഉമ്മാക്കോ ബാപ്പാക്കോ വേണ്ടിയിട്ട് ഒന്ന് നല്ലോണം മുൽത്തസും പോയി ദ്വാരന്നാല് എത്ര ഹൈറാവുമായിരുന്നു. ഈ സ്ഥലം ഉപേക്ഷിച്ചിട്ട് മരിച്ചു എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്താണ്ട് ഓടുകയാണ് മനുഷ്യന്മാർ ചെയ്യുന്നത്. നിങ്ങൾ ചോദിക്കാതെ ഭയങ്കര സ്നേഹം ഉള്ള ആളുകൾ പോലെ എന്താ ഈ സ്നേഹപ്രകടനം എന്ന് പറഞ്ഞാൽ? സ്നേഹപ്രകടനം, ഉമ്മാട് സ്നേഹമല്ല ഉപ്പാട് സ്നേഹമുള്ള ആളുകൾക്ക് വിശുദ്ധമായ ഹറം അവിടെ ഉണ്ടെങ്കിൽ അവന് ഹറമിലെടുത്ത് കാത്തിരുന്നിട്ട് ദ്വാരുന്നൂടെ? ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി ഹറമിൽ ഇരുന്നിട്ട് ദ്വാ ചെയ്തുകൂടെ? അതല്ലേ സ്നേഹം? അവരുടെ ആഹാരം നന്നാകലല്ലേ, അതിനുവേണ്ടി അമൽ ചെയ്യലല്ലേ സ്നേഹം? ഇവന്റെ ടിക്കറ്റ് എടുത്തു പോയതുകൊണ്ട് ഇവരുടെ ഖബറിൽ എന്തെങ്കിലും കൂലി കിട്ടുമോ? അതിനെന്തെങ്കിലും ഒരു നെപ്പുണ്ടാവോ? ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ആളുകൾ ചെയ്യുന്നത് വെറുതെ ഓടും, നാട്ടിൽ പോകും. അല്ലെങ്കിൽ മരിച്ച ആളുകളെ ഇവിടുന്നാണ് വിളിച്ചു നോക്കും, എന്താ മയ്യത്ത് കൊണ്ടുവരണോ? പെരക്കാർക്ക് കൊണ്ടുവരണ്ടെന്ന് പറയല് മോശമല്ലേ എന്ന് കരുതിയിട്ട്, ഭാര്യനെ വിളിച്ച് പറഞ്ഞാൽ കൊണ്ടുവരണ്ടെന്ന് പറയും, മോശമല്ലേ എന്ന് കരുതിയിട്ട് കൊണ്ടുവരാൻ പറയും. ചിലരതിന് അഭിമാനമായിട്ട് മരിച്ചിട്ട് ഇങ്ങോട്ട് കൊടുന്നു, നമ്മളതിനൊക്കെ കയ്യണോലാണ് എന്ന യോഗ്യത. ചില ആളുകൾ അതിനുവേണ്ടി ഇവിടെ കിടന്നിട്ട് ഓടി നടന്നിട്ട് അവന്റെ യോഗ്യത, എനിക്ക് എംബസിയിൽ അത്ര സ്വാധീനമുണ്ട്, മറ്റോടത്ത് ഇത്ര സ്വാധീനമുണ്ട്, ഇതൊക്കെ ശരിയാക്കാൻ കഴിയും, ഞാനാണ് ടിക്കറ്റ് എടുത്തു കൊടുത്തത്, അത് പിന്നെ ഓൻ മരിക്കോളാം അത് പറഞ്ഞുകൊണ്ടിരുന്നു നാട്ടുകാരോടൊക്കെ, ഞാനാണെന്ന് ഓൻ മരിച്ചിട്ടതൊക്കെ ശരിയാക്കി കൊടുത്തത്, മയ്യത്ത് കൊണ്ടുപോകാം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. വലിയ ആളുകളായിട്ട് മഹാവിഡ്ഢികളാണ് ഈ ആളുകളൊക്കെ. അതൊന്നും വലിയ കാര്യമൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. പറയുന്നു വിവരക്കേടുകൊണ്ട് ചെയ്തു പോകുന്നതാണ്. അതാണോ വലിയ യോഗ്യതയായിട്ടൊക്കെ പറയുന്നത്? എത്രയോ ആളുകൾ ഈ അജ്ഞത കൊണ്ട് ഇതുപോലുള്ള വിവരക്കേടുകളാ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ വെച്ചാൽ, മയ്യത്തൊരു കാരണവശാലും വെച്ച് താമസിപ്പിക്കരുത്. മരിച്ചാൽ വേഗം മറയുന്നു. പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. കുറഞ്ഞ ടൈം കുളിപ്പിക്കാൻ എടുത്തു വെക്കുന്നവരെ അവിടെ ഖുർആൻ ഓതാം, ആ മയ്യത്തിന്റെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഖുർആൻ പാരായണം നിർവഹിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നിട്ട് കുളിപ്പിക്കുക, കഫൻ ചെയ്യാം. കഫൻ ചെയ്ത് മൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾ കാണേണ്ട ഒരു സംഭവമില്ല.
മയ്യത്ത് കാണുന്നതിൽ ഖൈറില്ല, അതൊരു പുണ്യകർമാണെന്ന് മനസ്സിലാക്കേണ്ട. പുണ്യം ഇല്ലെന്ന് മാത്രമല്ല, അതിൽ ഖൈറുമില്ല. എത്രയോ ആളുകൾ എനിക്കറിയാം ആക്സിഡന്റ് ആയിട്ട്, മനുഷ്യന്മാരെ ആക്സിഡന്റ് ആയിട്ട് മരിക്കും, എന്നിട്ട് ആശുപത്രിയിൽ നിന്ന് മയ്യത്ത് കൊണ്ടു. മയ്യത്ത് കൊടുന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് ഇതേ കാക്കാമാര് കാണാളോയിൽ വരിയെന്ന് പറയും. നാനാഭാഗത്തു നിന്ന് വന്ന ആൾക്കാർ ആക്സിഡന്റ് ആയാൽ പ്രത്യേകം കാണണമെന്നാണ് ആളുകളുടെ ധാരണ. എന്നിട്ട് അതിന് ഓടിച്ചാടി തീർക്കുമ്പോൾ അവളുണ്ടാക്കി വന്ന് മയ്യത്ത് കാണും. എന്നിട്ടോ കണ്ട് പുറത്തിറങ്ങി റോട്ടുമ്പോ പോയി കണ്ടേ ഈ ചങ്ങാതിമാര് പറയുന്നത് ഞാൻ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഔ കണ്ടൂടട്ടോ, ആ ഹംസന്റെ തൊള്ളക്കൊന്ന് കൊടുക്കണം. ഇത് പറയാനാണോ ഇവന് ഈ മയ്യത്ത് കാണാൻ പോയത്? ഒരു മയ്യത്തിന്റെ അയ്ബ് പറയാൻ ഇത് പറയുന്നു വിചാരിച്ചിട്ടല്ലേ സലഫ് സ്വാലിഹികളായ ആളുകൾ അതിൽ ഖൈറില്ല എന്ന് പറഞ്ഞത്? ഈ ജാഹിലിയങ്ങളായ ആളുകൾ ഇത് വിളിച്ചു പറയില്ലേ പുറത്തു പോയിട്ട്? ആക്സിഡന്റ് ആയാലും കാണാൻ തുറക്കുണ്ടാവും മുഖം, ആർക്കത് അറിഞ്ഞുകൂടാത്തത്? എന്തിനാണ് പിന്നെ അവൻ കാണാൻ പോയത്? എന്നിട്ട് ഈ മയ്യത്ത് കണ്ടുവന്നാണ്ട് അവന്റെ അയ്ബ് പറയാം. അത് പീഡിയ കൊലയമ്മ കുത്തർന്ന് കാണ്ട് കാലാകാലം എന്റെ ഓർമ്മയിൽ ഇതുണ്ടോ? അങ്ങനെ മയ്യത്ത് കണ്ടല്ലേ, എപ്പോ മയ്യത്തിനെ പറ്റി പറഞ്ഞാലും ഓൻ പീഡിയ കൊലയം കുത്തന്ന് ഉപ്പും പറ്റി കുത്തർന്നാണ്ട് ഔ ഞാൻ പണ്ടൊരു മയ്യത്ത് കാണാൻ പോയി, കണ്ടൂടട്ടോ. ഒരു പുണ്യകർമാണ് ചെയ്യണത് അല്ലേ? ഒരു സമൂഹത്തിന്റെ ആചാരങ്ങളാണ് ഇതൊക്കെ. നിങ്ങളൊന്ന് ആലോചിക്കുക, എവിടുന്നാണ് നമ്മളൊക്കെ ദീന് പഠിച്ചത്? എവിടുന്നാണ് നമ്മൾ ഈ സംസ്കാരം പഠിച്ചത്? റസൂല് പറഞ്ഞിട്ടില്ലേ മയ്യത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചു പറയരുത്, മയ്യത്തിനെ കുറിച്ച് ഖൈറല്ലാതെ നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും ആളുകൾ ഇത് പറയും. ഒരു കാരണവശാലും ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളേറ്റ് വളരെ ആത്മബന്ധമുള്ള ആളുകൾ ആണെങ്കിൽ അല്ലാതെ മയ്യത്ത് കാണാൻ പോകാന്ന് പറഞ്ഞിട്ട് ഇനി അവിടെ തിരക്കാനും ബഹളം ഉണ്ടാക്കാനും പോകരുത്. ഒരു ഭാഗത്ത് തന്നെയാണ് യാസീൻ ഓതിക്കോളൂ, മയ്യത്തിനു വേണ്ടി ദ്വാർന്നോ, ആ യാസീൻ മയ്യത്തിന് ഹദിയ ചെയ്തോളൂ, മയ്യത്തിന് പൊറുക്കലിനെ തേടിക്കോളൂ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എത്ര അനുഭവങ്ങളുണ്ട്. പക്ഷേ നിസ്സഹായരാണ് ആളുകൾ, അറിയുന്ന ആളുകൾക്കത് പറയാൻ കഴിയില്ല. ഒരു മരിച്ച വീട്ടിൽ എനിക്ക് തന്നെ ഉണ്ടായ അനുഭവമുണ്ട്. ഞാനവിടെ ചെന്നപ്പോ എല്ലാവരും കൂടിയിട്ട് ഒരു മോലേരല്ലേ നിൽക്കുന്ന യാസീൻ ഓതിക്കോളിയാണ്. നമ്മൾ യാസീൻ തുടങ്ങി എല്ലാവരും യാസീൻ ഓതുന്നുണ്ട്. പകുതിയായപ്പോ ഒരു നാട്ടിലെ പൗരപ്രധാനിയായ ആള് വന്നിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടുന്നുണ്ട്. അതോടുകൂടി യാസീനൊക്കെ പോയി, പിന്നെ ആർക്കും യാസീനില്ല, പകുതി പോലും ആയിട്ടില്ല. അതൊക്കെ പോയി, ആ ബഹളത്തിൽ യാസീനൊക്കെ മുങ്ങിപ്പോയി. മയ്യത്തൊക്കെ കണ്ടുവന്ന് എല്ലാവരും കുറെ ആളുകൾ പോയി. കുറെ ആളുകൾ അപ്പോഴേക്ക് തെങ്ങിന്റെ മറ്റോ ഈ വീടിക്കൊക്കെ കത്തിച്ചോണ്ട് പണി തന്നെയല്ലോ. മയ്യത്ത് കണ്ടില്ലേ, വലിയ ആശ്വാസത്തിൽ സാധു വീടിയൊക്കെ വലിച്ചോണ്ടെങ്കിൽ നിൽക്കുന്നുണ്ട്, ചമ്മാടെ അടുത്താണ്. അപ്പൊ ഈ ആള് ഞാൻ പോകാൻ കാരണം അയാളിന്റെ കൂടെ പണ്ട് അജ്ജനം വന്നേരം നല്ല മനുഷ്യന്, അതുകൊണ്ടാണ് ഞാനവിടെ പോയത്. എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ഈ കാരണോല് പിന്നെ വന്നാണ്ട് എന്നാ മൊലേറെ ദ്വാരുന്നോളിയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുമ്പോൾ ദ്വാരക്കാനുള്ള എനിക്ക് കുറച്ച് വർത്താനം പറയണ്ട്. ഇയാള് ഓതിക്കോളി അറിയുമ്പോൾ ഓതുക, അയാൾ ദ്വാരുന്നോളി അറിയുമ്പോൾ ദ്വാരക്കുക. നമ്മൾക്ക് അറിയില്ല എപ്പോഴാണ് ദ്വാരക്കേണ്ടിയുള്ളത്. ഞാൻ ആളുകളെ വിളിച്ചു വരുത്തി, ദൂരെ പോലൊക്കെ വിളിച്ചു. കുറെ ആളുകൾ അപ്പോഴേക്ക് റോട്ടുമിലെത്തിയിട്ടുണ്ട്. എല്ലാവരും വിളിച്ചു വരുത്തി, മുറ്റത്ത് നിർത്തിയിട്ട് ചോദിച്ചു നിങ്ങൾ ഈ മയ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? എന്താപ്പം നിങ്ങൾ ചെയ്ത്? മയ്യത്ത് കണ്ടോ? അതാണ് ഇപ്പൊ മയ്യത്തിന് ചെയ്തത്. ഞാനോ എന്റെ യാസീനും കൂടി ഫസാദാക്കിയത്, വസ്വാസാക്കിയത്. എന്താ നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു. ഞാൻ ഈ കാരണവരോട് പറഞ്ഞു നിങ്ങളാണ് ഇതിന് ഉത്തരവാദി. ആ മയ്യത്തിന് കിട്ടുന്ന നൂറുകണക്കിന് യാസീന്റെ ഖൈറ് മുടക്കിയത് നിങ്ങളാണ്. ദീനിലില്ലാത്തൊരാചാരം ഉണ്ടാക്കി ആരാണ് ഈ ആളെ വിളിച്ചു കൂട്ടി കാണിച്ച് കാണിച്ചു കൊടുക്കാൻ നിങ്ങളോട് പറഞ്ഞത്? ഇവിടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ മരിച്ചാൽ ഇന്ദിരാഗാന്ധിയൊക്കെ വെടിയേറ്റ് വീണപ്പോൾ ആളുകൾ കാണിച്ചു കൊടുത്തത്, അത് അവർക്ക് പറ്റും. നമ്മൾക്ക് എന്താ ഇത് കാണാനുള്ളത്? നിങ്ങളാണ് ഇതിന് ഇത്ര മേലാൽ ഇത് ചെയ്തു പോരുന്നത്. എല്ലാവരും നിർത്തിച്ചിട്ട് യാസീൻ ഓദിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത് നിർവാഹമല്ലോ. എല്ലാവരും യാസീൻ ഓതി, യാസീൻ തുറന്നിട്ട് ഇനി മുന്നിൽ നടക്കുന്നു. മയ്യത്ത് പുറകിൽ വന്നോളൂ, നിങ്ങൾ നടന്നോളൂ പറഞ്ഞു. പോയിട്ട് ഒന്നെടുത്തിട്ട് റെഡി ആയിട്ട് ഇരുന്നോളൂ. പള്ളിക്ക് പോയിട്ടുണ്ട് ആളുകൾക്ക് അങ്ങനെ പരിപാടി. മയ്യത്തിനാണ് കൊണ്ടുവന്നിട്ട് ഇവരിങ്ങനെ ആശ്വാസത്തിൽ വർത്താനൊക്കെ പറഞ്ഞ് ബീഡിയും വലിച്ച് അതിന്റെ അടിയിൽ ചായപ്പെട്ടിന്റെ അവിടെ ചായയും കുടിച്ച് ഇങ്ങനെ നടക്കും. മുന്നു പോയ ആളുകളൊക്കെ മയ്യത്തോട് മുന്നിൽ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പള്ളിന്റെ അകത്ത്. ടൈറ്റായിട്ടാ നിൽക്കുക. മയ്യത്തിസ്കാരത്തിന് അങ്ങനെ ഇടങ്ങേറായി കണ്ട് ടൈറ്റായി നിൽക്കണമെന്നില്ല. പള്ളിയിൽ സ്ഥലം സാധാരണ സ്കരിക്കാൻ നിൽക്കുന്ന സ്വപ്പ് കെട്ടിയാൽ മതി. പക്ഷെ ആളുകളെ ധാരണ മയ്യത്തി കയറിക്കാൻ അങ്ങനെ വിട്ടു നിൽക്കാൻ പാടില്ല. ഒക്കെ അടുത്ത് നിൽക്കണം എന്ന് വിചാരിച്ച് ആകെ ഔത്തായ പള്ളിന്റെ ഉള്ളിൽ തിങ്ങി ഞെരുങ്ങി നിന്ന് വിയർത്ത് കുളിച്ച് ഇടങ്ങേറായി. അപ്പോ മൊല്ലാങ്ങനെ വിളിച്ചാലുണ്ടാവും. കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ പറയണട്ടാണ്. ഇവരെങ്ങനെ കയറി കഴിയും? കുറെ ആൾക്കാർ ചായപ്പീടിയിലാണ്, കുറെ ആൾക്കാർ റോട്ടുമേൽ ബീഡിയിലേക്കാണ്. അവർ കയറി കഴിഞ്ഞിട്ട് ഇത് തീരുമോ? നിന്ന ആളുകൾ കുറെ നിൽക്കുമ്പോൾ അവർക്ക് മുഷിയാൻ തുടങ്ങും. അവരെ ഇഖ്ലാസ് നഷ്ടപ്പെടും. കാരണം മനുഷ്യന് കൂടുതൽ സമയം ഒരു വസ്തുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. കുറച്ച് കഴിയുമ്പോൾ ക്ഷമ കെടുമല്ലോ.
ആദ്യമല്ല ഉഷാറിൽ നിൽക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആളുകളും കുറെ നേരം കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തിറങ്ങി കിട്ടിയെന്ന് വിചാരിക്കില്ല. തോന്നിപ്പോകും മനുഷ്യൻ, ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അത്രേ അവർക്കതിന് ഒരു മനസ്സിനെ കേന്ദ്രീകരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ എന്താ അതിന്റെ കാരണം? ദീന് നമ്മളോട് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മുന്നിൽ നടക്കണം എന്നാണ്. ഇവരാദ്യം പോയി ഒതുർത്താട് കയറുന്ന മയ്യത്ത് കൊണ്ടല്ലും നിസ്കരിക്കലും ഉടനെ കഴിയൂലേ? ആളുകൾക്ക് മുന്നിൽ നടന്നാ പോരെ? അതല്ലേ അവർ ചെയ്യേണ്ടത്? പക്ഷെ അത് ഇവർക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും മയ്യത്തേറ്റ് മുന്നിൽ പോവാണ്. എന്നിട്ട് ഇവര് പറയൽ എങ്ങനെ സംഘങ്ങളായി വർത്താനൊക്കെ പറഞ്ഞ് മയ്യത്തിന്റെ കൂടെ കുറച്ച് ആൾക്കാരിങ്ങനെ ദിക്രി എല്ലാവരും, അല്ലെങ്കിൽ കുറച്ചാളുകളും ദിക്രിയിൽ കൊണ്ടുണ്ടാവും. ബാക്കിയുള്ള ആളുകൾ അവരെ ഇഷ്ടം പോലെ അവിടെ ചെന്നിട്ട് ആളുകൾ കാത്തു നിൽക്കണം ഒരു ഒന്നുണ്ടാക്കി കയറാൻ. നിങ്ങൾക്കൊക്കെ കൈകാര്യം ചെയ്യേണ്ട കുടുംബങ്ങളിലൊക്കെ ആവുമ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യാം. ശരിക്കും അവരോട് നേരത്തെ ഒന്നുണ്ടാക്കാൻ തയ്യാറാകാൻ പറയാം. ഇല്ലെങ്കിൽ ആദ്യം ഒതിർത്ത് വന്ന ആളുകൾ നിസ്കരിച്ചോട്ട് നിസ്കാരം പിന്നെ നടന്നൂടെ? ഒന്നിച്ച് ഒറ്റ ജമായത്തായിട്ട് നിസ്കരിക്കണമെന്നില്ലല്ലോ. 2 or 3 ജമായത്തായിട്ട് വരുന്ന ആളുകൾ എങ്ങനെ നിസ്കരിച്ചോളട്ടെ? ഈ ആളുകൾ എന്തിനാ ബുദ്ധിമുട്ടാക്കുന്നത്? നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി മയ്യത്ത് കൊണ്ടുപോയിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വേറൊരു പരിപാടിയുണ്ട്. ഒരു മയ്യത്ത് മുന്നിൽ വെച്ച് കണ്ട് ഒരു ചെറിയൊരു പ്രഭാഷണമൊക്കെ ഉണ്ടാവും. നല്ലത് തന്നെ. മയ്യത്ത് നിസ്കാരങ്ങളെ കുറിച്ചും മരണത്തെക്കുറിച്ചൊക്കെ ശരിക്ക് ഉത്ബോധിപ്പിക്കാൻ പറ്റിയ സന്ദർഭം തന്നെയാണ്. പക്ഷെ അതിൽ അവസാനം ഉണ്ട് ഒരു അനൗൺസ്മെന്റ്: ബന്ധുപ്പാട്ടെന്ന് വന്നോലൊന്നും കാണാതെ പോകരുത്. എന്നിട്ട് ഈ ബന്ധുപ്പാട്ടെന്ന് വന്നോലെ കാണാനായിട്ട് ഇയാളുടെ മോനോ ആരെ ബാങ്കിൽ നിന്ന് കുറച്ച് 5 റുപ്യേന്റെ 10 റുപ്യേന്റെ നോട്ട് വെച്ച് പള്ളിന്റെ മുന്നിൽ കരുതും. ഇവർ അതടുത്ത് ഈ ബന്ധുപ്പാട്ടെന്ന് വന്നോലെ കാണാതെ പോകരുത്. ഈ ബന്ധുക്കളിൽ നിന്നൊക്കെ ബലി വരുമ്പോൾ അവരെ കൂടെ കുറെ ഖദ്ദാമികളൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യണം? 5 റുപ്യ 10 റുപ്യ 25 റുപ്യ ഒക്കെ കൊടുത്തിരിക്കണം. അത് കൊടുക്കാൻ ഞാൻ വലിയ പ്രശ്നമാണ്. നമ്മളൊക്കെ നാട്ടിൽ ഇപ്പൊ ചില സ്ഥലങ്ങളൊക്കെ നിരോധിക്കൽ തുടങ്ങി. കാരണം വലിയ സമ്പന്നന്മാര്, ഇഷ്ടംപോലെ പണമുള്ള കോടീശ്വരന്മാര് ബാപ്പാണ്ട് മരിക്കുമ്പോ മക്കൾ ചെയ്യുന്ന കാര്യമായിട്ടുള്ള പണി എന്താ വെച്ചാൽ 2000 റുപ്യേന്റെ ചില്ലറ അങ്ങനെ ബാങ്ക് പോയിട്ട്. അതാണിപ്പോ ഒരു വാപ്പാക്ക് വേണ്ടി ചെയ്യുന്ന സദക്കയാണ്. അത് സ്വകാര്യമൊന്നല്ല, പരസ്യമായിട്ട് പള്ളിന്റെ ഒതുക്കുമ്പോൾ ഇങ്ങനെ കയറിക്കണം. മയ്യത്താണ്ട് കൊണ്ടേ അതാരെങ്കിലും കൊണ്ടേ മറിയുന്നുള്ളൂ. ഇവർക്കുള്ള പണിപ്പതാണ് കാര്യമായിട്ട്. എന്നിട്ട് അതിങ്ങനെ വരുന്ന ആളുകൾക്കൊക്കെ മടക്കി ചുറ്റിയിട്ട് കൊടുക്കുക. ഞങ്ങളവിടെ ഈ അങ്ങാടിയിൽ കുറെ കഞ്ചാവ് വലിക്കുന്ന ആൾക്കാരുണ്ട്. ഇവര് അനൗൺസ് കാത്തിക്കാണ് ഏത് പരേതനപ്പം എന്നുള്ളത്. നല്ല മുതലാളിമാരൊക്കെയാണ് മരിച്ചെങ്കിൽ അവർക്കൊരു ഡയലോഗുണ്ട്: നല്ല പന വീണുകണത് അറിയും. എന്നിട്ട് ഒരു 2-3 ഐറ്റം കള്ളിക്കുപ്പായേറ്റ് ഇവർ പോകും. ഈ കഞ്ചാവേർക്കാണ് ഇപ്പൊ ഈ പൈസ എടുക്കുന്നത്. അവരിങ്ങനെ ലൈനിൽ നിന്ന് തിക്കി തിരക്കല്ലേ, വാളാരാമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അവർക്ക് ഒരാള് ഇങ്ങനെ മുന്നിൽ വരും, അവന് കൊടുക്കും. അവനാണ് പോയിട്ട് ആ കുപ്പം കഴിച്ചിട്ട് വേറൊരു കുപ്പായിട്ടാണ് അങ്ങേപ്പുറത്ത് കൂടി പിന്നെയും വരും. ഒരു 10-200 റുപ്യക്ക് ഒരു കഞ്ചാവേറിന് കിട്ടും. ഒരാൾ മരിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് അവർക്കാനത് കിട്ടല്. സാധുക്കളാരും മാന്യതയുള്ളവരും അവിടെ പോയി വരെ മുന്നിൽ കൈയാട്ടൊന്നും പഴയ കാലമൊന്നുമല്ലല്ലോ. എന്നിട്ട് ഇതാണ് ഇപ്പൊ മരിച്ചാൽ മയ്യത്തിന് വേണ്ടി ചെയ്യുന്ന സദഖ. മയ്യത്തിന് സദഖ ചെയ്യണം, അത് വേറെ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് മരണപ്പെട്ടപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു: അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉമ്മ മരിച്ചുപോയി, ഞാൻ അവർക്ക് സദഖ ചെയ്യട്ടെ എന്ന് ചെയ്തോ എന്ന് പറഞ്ഞു. അവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞു. കിട്ടുമെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ. ഒരിക്കൽ സഅദ് റളിയല്ലാഹു തആല ഞങ്ങൾ വന്നിട്ട് പറഞ്ഞു: റസൂലേ, ഞാൻ എന്താണ് എന്റെ ഉമ്മാക്ക് വേണ്ടി സദഖ ചെയ്യേണ്ടത്? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: നീ തൽക്കാലം ഒരു കിണർ കുഴിച്ചു, ഇവിടെ ആവശ്യമുള്ളത് അതാണെന്ന്. അങ്ങനെ കിണർ കുഴിച്ചു, നല്ല വെള്ളമുള്ളൊരു കിണർ. എന്നിട്ടത് വഖഫ് ചെയ്തു ഉമ്മാന്റെ പേരിൽ. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: അല്ലാഹുമ്മ ഹാദിഹി ലിഉമ്മി സഅദ്, പടച്ചവനെ ഇത് സഅദിന്റെ ഉമ്മാക്കുള്ളതാണ്. അവ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി മക്കൾ സദഖ ചെയ്യണം, അതവർക്ക് കിട്ടും. പക്ഷെ ആ സദഖ ഒരു ഹൈറായ സദഖാകണ്ടേ. കഞ്ചാവ് വലിക്കാൻ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ സദഖാവും. പക്ഷെ അതാണ് നടക്കുന്നത്. പല സ്ഥലങ്ങളിലും പോയി നിരോധിച്ചു കഴിഞ്ഞാണ് ഇതിന്റെ അപകടം മനസ്സിലാക്കിയിട്ട്. മരിച്ചതിന്റെ പേരിൽ ചെയ്യുന്ന ആചാരങ്ങളാണിതൊക്കെ. ചില ആളുകൾ ഈ പൈസ ഒക്കെ എടുക്കുന്നത് തിരക്കടില്ല, അവരെ കാശാണിച്ചെങ്കിൽ ഈ പൈസ എവിടുന്ന എടുക്കുന്നത്? ചിലര് മരണപ്പെട്ടാൽ ചില്ലറാക്കാൻ വേണ്ടി പൈസ തരുന്നത് വാപ്പാന്റെ ബിൽറ്റാനാണ്. മരിച്ച വാപ്പാന്റെ ബിൽറ്റുന്നത്. ആ സാധു മനുഷ്യൻ മരിക്കുന്നവരെ കാത്തുവെച്ചുകൊണ്ടിരുന്ന പൈസ എടുത്തുകാണ്ട് ഇപ്പോഴാണ് ഈ മക്കള് സദഖ ചെയ്യാണ് ഇപ്പോൾ ഇതുപോലത്തെ ആളുകൾക്ക് കൊടുത്തിട്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സദഖ ചെയ്യൽ ഇവർക്ക് സ്വന്തം ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല. അവരുടെ സ്വത്ത് അല്ലെ അവർക്ക് അവകാശം കിട്ടിയ സ്വത്തുനിന്ന് വാപ്പാക്ക് വേണ്ടി സദഖ ചെയ്യാം. പക്ഷെ വാപ്പാന്റെ സ്വത്ത് അനന്തര സ്വത്തുനിന്ന് സദഖ ചെയ്യണമെങ്കിൽ അത് എല്ലാവരും കൂടി തീരുമാനിക്കണം. അനന്തരാവകാശികളായ മക്കൾ എല്ലാവരും കൂടി തീരുമാനിച്ചെങ്കിലേ അത് സദഖ ചെയ്യാൻ അവർക്ക് അവകാശമുള്ളൂ. എല്ലാവരും സമ്മതിക്കണം. അതന്നെ ചെറിയ കുട്ടികൾ ഇടിച്ചെങ്കിൽ അവരെ പൈസ എടുത്താണ്ട് കൊടുക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോ ചെയ്യുന്നുണ്ടല്ലോ.
ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അനൗൺസിന്റെ പൈസ, പന്തലിന്റെ പൈസ, പിന്നെ അങ്ങനെയുള്ള കുറെ കാശുകൾ പള്ളിക്ക് കൊടുത്തത് എല്ലാം കൂടി കണക്കൂട്ടിക്കാണ്ട് വൈകുന്നേരം അമ്മമാരും എളാപ്പാരും എല്ലാം കൂടി കൂടും. കൂടിക്കാണ്ട് ചർച്ച ചെയ്യും. മരിച്ച വിഷയങ്ങളൊക്കെ അന്ന് ചർച്ച ചെയ്യലുണ്ടോ. അങ്ങനെ ആരൊക്കെ ഇപ്പൊ വന്നത്, ആരൊക്കെ പോയത് എന്നൊക്കെ നോക്കും. അവിടുന്ന് വന്നിട്ടില്ലേന്നാ, ഇവിടുന്ന് വന്നിട്ടില്ല, മലപ്പുറത്ത് നിന്ന് വന്നീന്നാ, മഞ്ചേരിന്ന് വന്നീന്നാ, പെന്തൽമണ്ണ് കെട്ടിച്ചു കൊടുത്താൽ അവിടുന്ന് വന്നീന്നാ, അവിടുന്ന് ആരും വന്നിട്ടില്ലല്ലോ. ഇതങ്ങനത്തെ ഒരു കൂട്ടരെ തന്നെയാണ്. ഓല് ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല, ഇനി കല്യാണം പറയുമ്പോൾ നോക്കാം നമ്മൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഓല നേരെ തിരും. ഇതൊക്കെയാണ് പണ്ട് കാര്യത്തിലുണ്ടാകുന്ന ചർച്ച. ആരൊക്കെ വന്നത്, ആരൊക്കെ പോയത്, അതിന് കുറെ ദൈവത്തോറും കുറെ ഫസാദ് ഉണ്ടാക്കലും, അതിന് കുറെ അഭിപ്രായക്കാരും കുറെ കാരണമാണ്. എന്നിട്ട് എല്ലാ നിങ്ങൾ കണക്കൊക്കെ കൂട്ടിക്കാൻ നോക്കും. അപ്പൊ അന്ന് ചെലവായ പൈസ എല്ലാം കൂടി കണക്കൂട്ടിക്കാണെങ്കിൽ ഇപ്പൊ ഈ പൈസ നിങ്ങള് പിന്നെ അപ്പാന്റെ പെട്ടിയൊന്ന് നോക്കി, താക്കോൽ എവിടെ, ഇതൊക്കെ ഉപ്പാന്റെ പെട്ടിയൊക്കെ തെരഞ്ഞ് നോക്കി കാശ് എടുത്ത് കാണ്ടാണ് ഈ കാശ് കൊടുക്കുന്നത്. ഉപ്പാന്റെ പെട്ടിയിലെ കാശൊന്നും അനൗൺസ് ചെയ്ത പൈസ കൊടുക്കാൻ പറ്റൂല. അത് ആരാണോ അനൗൺസിനെ ഏൽപ്പിച്ച് അയാൾ കൊടുത്തോളൂ. കാരണം മയ്യത്തിന്റെ തജീസിൽപ്പെട്ടതല്ല അത്. അതിനുവേണ്ടി പൈസ എടുക്കാൻ ഈ അനന്തര സ്വത്തൊന്നും പറ്റൂല. എടുക്കണമെങ്കിൽ പ്രായപൂർത്തിയായ അവകാശികളൊക്കെ സമ്മതിച്ചിരിക്കണം. ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് സമ്മതിക്കാനും നിർവാഹം ഉണ്ടാവും. എണ്ണമറ്റ ഫിത്തനകൾ നമ്മുടെ നാട്ടിൽ ഒരു മരണ വീട്ടിൽ വരെ നടക്കുന്നുണ്ട്. പറയുമ്പോൾ ഒരു മരണം എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം അള്ളാഹുവിനെ പറ്റി ചിന്തിക്കേണ്ട, എത്രമാത്രം ദീന് അനുസരിക്കുകയും ദീനിനെ പിന്തുടരുകയും ചെയ്യേണ്ട സന്നിഗ്ധമായൊരു ഘട്ടമാണ്. പക്ഷെ അതുപോലും വളരെ അശ്രദ്ധമായിട്ടാണ് ആളുകൾ കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരും എന്താ ചെയ്യുന്നത്? എന്തുകൊണ്ട് ആളുകൾ അങ്ങനെ ചെയ്യുന്നു വെച്ചാൽ, അപ്പുറത്ത് ഒരാൾ മരിച്ചിട്ട് അങ്ങനെയല്ലേ ചെയ്തത്, മറ്റേ ആചാര്യ മരിച്ചിട്ട് അയാളെ മക്കളിപ്പോ അങ്ങനെയല്ലേ പള്ളിക്കല് ചെയ്തത്. ഇതാണ് ഇപ്പൊ അതിന്റെ ന്യായം. ദീനിൽ എന്താണ്, റസൂലുള്ളാഹിന്റെ ചര്യ എന്താണ്, ഒന്നുമല്ല. അതൊന്നും അവർക്ക് പിന്തുടരപ്പെടേണ്ടതല്ല. അതൊന്നും ആരും അന്വേഷിക്കാറില്ല. അതൊക്കെ അറിയുന്ന എത്രയോ ആലിമ്യങ്ങൾ നമ്മുടെ പള്ളികളിലുണ്ട്. അവരോട് ആരും ചോദിക്കാൻ പോകാറില്ല. അതൊക്കെ നാട്ടിൽ കൈകാര്യം ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അവരാണ് തീരുമാനിക്കുകയാണ്. ഏതെങ്കിലും ഒരു ആലിം അത് പറഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ജനങ്ങളെല്ലാം കൂടെ പിന്നെ അയാൾ പാരത് പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ നേരത്തെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, എണ്ണമറ്റ അനാചാരങ്ങൾ പലപ്പോഴും അത് അപകടങ്ങളിലേക്ക്, തിന്മകളിലേക്ക് എത്തിക്കുന്ന മാമൂലുകൾ നമ്മുടെ സമൂഹത്തിൽ നടമാടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല സൂക്ഷ്മത പാലിച്ചിരിക്കും. ഏത് കാര്യം ഉണ്ടായിരുന്നാലും അതിൽ വിധിവിലക്കുകൾക്ക് വിധേയമായിട്ട് അമലി ചെയ്യണം. അതറിയില്ല, നമുക്കറിയില്ലാണ്, ശരി തന്നെ. പക്ഷെ നിങ്ങൾ അവലംബിക്കേണ്ടത് ആരെയാണ്? നാട്ടിൽ ഇത് കൈകാര്യം ചെയ്യുന്നവരെയല്ല, ആലിമീങ്ങളോട്, പണ്ഡിതരോട് ചോദിക്കണം. ഇതിലെന്താണ് ന്യായമുള്ളത്, എന്താണ് ശരിയുള്ളത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്റെ ഉത്തരവാദിത്വം എന്താണ് എന്ന്. അത് ആലോചിച്ചും പഠിച്ചും അറിഞ്ഞുമല്ലാതെ നാട്ടു നടപ്പനുസരിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്താൽ അനാവശ്യമായ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. പലപ്പോഴും അത് കുറ്റത്തിൽ ചെന്ന് ചാടും. പലപ്പോഴും പുതിയ ആചാരങ്ങൾ ഇസ്ലാമിൽ കടന്നുകൂടും. സുന്നത്ത് പലതും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഫിത്തനകൾ ഉണ്ടാവും, കുടുംബബന്ധം തകരലുണ്ടാവും, എല്ലാ നാശങ്ങൾക്കും കാരണമായി തീരും. അതിനാൽ സൂക്ഷ്മത പാലിക്കണമെന്ന് ഒന്നാമതായി എന്റെ നഫ്സിനോടും രണ്ടാമതായി നിങ്ങളോടും വസിയ്യത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഹ്രസ്വമായ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, അറിവ് കുറഞ്ഞവരാണ് തമ്പുരാനെ. ഞങ്ങൾക്ക് നീ നാഫിആയ ഇൽമ് നൽകണം റഹ്മാനെ, ഉപകാരപ്രദമായ അറിവ് നൽകണം തമ്പുരാനെ. ഞങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളിൽ അത് ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാനുള്ള ഫഹ്മ് ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. അത് പ്രയോഗിക്കാനുള്ള അറിവും അവസരവും ആത്മധൈര്യവും ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. ഞങ്ങൾ ഈ ഒത്തുചേർന്നതും പിരിഞ്ഞു പോകുന്നതും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الأنبياء. السلام